റോളിംഗ്. വിറ്റോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ വിറ്റോക്സ് ആദ്യം തുടങ്ങിയിരിക്കുകയാണ്. ഈ ഭാഗത്ത് ഒരാളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം, അനീസ് ഇല്ല. അനീസിന് ഇത് താല്പര്യമില്ല, നിങ്ങളോടൊരു താല്പര്യമില്ല. അതുകൊണ്ട് ഇതിന്റെ അടിയിൽ വന്നിട്ട് അനീസ് എവിടെയെന്ന് ആരും ചോദിക്കണ്ട. അനീസ് നമ്മളോട് വരില്ല. അനീസിന് നിങ്ങളെ വേണ്ട. അല്ല, അനീസിന് നിങ്ങളെ വേണ്ട. ഇല്ല, അനീസൊക്കെ ഉടനെ വരും. നമ്മൾ പൂർവാധികം ശക്തിയോടെ പഴയ വിറ്റോക്സ് നിങ്ങളിലേക്ക് എത്തും. പക്ഷെ ഇപ്പൊ പരിമിതികൾ എല്ലാവർക്കും ഭയങ്കര ഷോ അല്ലേ. ഇതിന്റെ ഇടയിൽ നമ്മൾ ദീപക് മോഹൻ ഇല്ല എന്ന് പറയാം. ദീപക് മോഹനും ഇല്ല. ഇല്ല, പക്ഷെ എല്ലാവരും കൂടെ ഉള്ള ഒരു എപ്പിസോഡ് ആയിരിക്കും അടുത്ത എപ്പിസോഡ്. എല്ലാവരും ഉണ്ടാവും അടുത്ത എപ്പിസോഡില്. നമ്മൾ അങ്ങനെ ഒരു വലിയൊരു പ്ലാനിങ് നടക്കുന്നുണ്ട്. പക്ഷെ ഈ പ്ലാനിങ് നമുക്ക് എക്സിക്യൂട്ടീവ് നീ പറഞ്ഞ പോലെ എല്ലാവരും ഒപ്പം ഇല്ലാത്തതിന്റെ ഒരു പരിമിതികളുണ്ട്. എല്ലാവർക്കും തിരക്ക്. ഷോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അല്ലേ, ഇഷ്ടംപോലെ ഷോസ്. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഷോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷോസ് ആണ്. അപ്പോൾ ആഫ്റ്റർ ഓൾ സ്റ്റാൻഡപ്പ് കോമിക്സിന്റെ ഒരു കളക്റ്റീവാണ്. അപ്പൊ നമ്മുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാന്നുള്ളതാണ് സ്വാഭാവികം. അതെ. അപ്പോ അതിനുവേണ്ടി ആണ് ഉള്ള എഫേർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, അതിനുവേണ്ടിയുള്ള എഫർട്ടുകളും അതിനുവേണ്ടിയുള്ള ഷോകളും കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ടുള്ള ഷോകളും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഷോസ് ഒക്കെ അടിപൊളിയാക്കാനും നമ്മളെ കുറച്ചുകൂടെ നമ്മള് ഇച്ചിരി കൂടെ ആ ഒരു സർക്കിളൊക്കെ ഒന്ന് ഡെവലപ്പ് ആക്കാൻ ഈ പറയണ അനീസിന്റെ ഷോക്കൊക്കെ ആൾക്കാർ ടിക്കറ്റ് എടുത്ത് തുടങ്ങിയത് എന്നാ ഈ വിറ്റോക്സ് കണ്ടു തുടങ്ങിയതിന് ശേഷം. എന്നിട്ട് അവനിപ്പോ വിറ്റോക്സ് വേണ്ട പോലും. അല്ല, നമ്മള് അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പൊ നമ്മൾ എന്നിട്ട് അവിടെ എത്തിയെന്നല്ല, പക്ഷെ എന്നാലും ആ വഴിക്ക് നമ്മൾ ഷോ ഒക്കെ ചെയ്തു തുടങ്ങി. അതിന്റെ വീഡിയോസ് ഇടുമ്പോ ആൾക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് വിറ്റോക്സ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ചെറിയ വിഷമമുണ്ട്. എനിക്ക് വിഷമില്ല, കാരണം ജോൺജിക്ക് ഷോയും ഇല്ല, മറ്റേ കണ്ടന്റും ഇല്ല. പിന്നെയുള്ള ഒരു ആക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളങ്ങ് വലിയ നിലയിലായി പോയല്ലോ. അത് കേൾക്കുമ്പോ ഒരു സുഖം. പക്ഷെ ഈ കണ്ണാടി പോലും EMI-ക്കാണ് മേടിച്ചേക്കുന്നത്. സത്യം പറഞ്ഞ ഈ കണ്ണാടി കുറെ നാളായിട്ട് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇത് ഇടാത്തതാണ്. എന്റെ നോർമലായിട്ട് ഉപയോഗിക്കുന്ന കണ്ണാടി പൊട്ടി. ഇതിന് കുറച്ച് നമ്മൾ വല്ലാതെ പേഴ്സണൽ ഇതിന് കുറച്ച് ഓറ ഫാക്ടർ കൂടുതലാന്ന് പറയപ്പെടുന്നത്. കുറച്ച് കൂടുതൽ എനിക്കിടാൻ മടിയായിരുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നല്ല കണ്ണാടി അത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മള് വല്ലാണ്ടങ്ങ് രക്ഷപ്പെട്ടു പോയി അങ്ങനെയല്ല. ചെറിയ ഗുണങ്ങളുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷോസ് ആണ്. അപ്പൊ അതിന് ചില ഷോസ് ബ്രേക്ക് ഈവൻ ആണ്, ചില ഷോസ് ലാഭത്തിലാണ്. പക്ഷെ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീൻ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കുക. അത് ഇപ്പോൾ ചെന്നൈ ചെയ്യുന്നുണ്ട്. ചെന്നൈ ഇപ്പോൾ നമ്മൾ റീസെന്റ് കൂടുതൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പുതിയ പുതിയ സിറ്റീസ് ചെയ്യണമെന്നുണ്ട്. പുതിയ കേരളത്തിലെ പല പല ജില്ലകളിലോട്ട് വരണമെന്നുണ്ട്. അതുപോലെ കാലിക്കറ്റിലും ഇപ്പൊ നമ്മൾ ചെയ്തു തുടങ്ങി. കാലിക്കറ്റ് ഒരു 3-4 ഷോ ആയില്ല, പുതിയ നമ്മൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാരെ അവിടെ വന്ന് നിങ്ങൾ ലൈവായിട്ടുള്ള ഇവന്റ്സ് അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു കൾച്ചറിന്റെ കൂട്ടത്തിൽ സ്റ്റാൻഡപ്പ് കോമഡി കൂടെ കണ്ടു തുടങ്ങുക എന്നുള്ള ആ ഒരു ശീലം അല്ലേ, അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതിനു വേണ്ടിയാണ് കൂടുതൽ ഷോസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ കറങ്ങി നടക്കുമ്പോൾ ഇങ്ങനെ എല്ലാവർക്കും കൂടെ വട്ടത്തിൽ ഇരിക്കാനുള്ള പരിമിതികളുണ്ട്. നമ്മൾ തന്നെ തമ്മിൽ കാണുന്നത് ഇപ്പൊ ഭയങ്കര വിരളമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂടെ അതിശക്തമായി 5 പേര് ഒരുമിച്ചുള്ള വിറ്റോക്സ്, പ്രത്യേക ശ്രദ്ധയ്ക്ക് 5 പേർ ഒരുമിച്ചുള്ള, അതിന് ഭയങ്കര പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നടക്കും. നമ്മള് അവസാനത്തെ വിറ്റോക്സ് ചെയ്തതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്ത് മാറിയില്ലേ. ഒരു സർക്കാർ മാറി, 1-2 സർക്കാർ തമിഴ്നാട്ടിലെ സർക്കാർ നമ്മള് എണ്ണല്ല റൻഷാ. ഇവിടെ ഒരു സർക്കാർ മാറി. പിന്നെ വേറെ അതിൽ ശ്രദ്ധിക്കേണ്ട ജനതാ പാർട്ടി വന്നു. ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളാണ്. മോഡിഫിക്കേഷൻ, ഫ്ലോർ മാറ്റി ഇടാം, സ്റ്റിയറിംഗ് ഇത് ഇടാം, കവർ ഇടാം, സീറ്റ് കവർ ഇടാം. പക്ഷെ അതിൽ നല്ലൊരു സാധനം 50% കൂളിംഗ് ഫിലിം ഒട്ടിക്കാം. പക്ഷെ ഇടയ്ക്ക് പറിച്ചു കളിക്കുന്ന ഒരു പരിപാടി. എന്തായാലും കൂളിംഗ് ഫിലിമുകാരുടെ പരസ്യത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ സർക്കാർ അംഗീകരിച്ചു എന്ന് പറഞ്ഞൊരു 3 മാസം മുമ്പ് മാറിയായിരുന്നത്. എനിക്കൊന്ന് ഗണേഷ് കുമാർ ഉള്ളപ്പോഴാണ് എന്തൊക്കെയോ അതിന് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു, അതിൽ ചെയ്യാന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ വണ്ടിയില്ലാത്തോണ്ട് ഭയങ്കര കൂളായി. അല്ലെങ്കിൽ ആ വണ്ടി ഭയങ്കര കൂളാണ്. അതുകൊണ്ട് ഞാൻ ഒട്ടിച്ചിട്ടില്ല. പക്ഷെ പിന്നെന്തൊക്കെയാ മാറിയത്? വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പോഡ്കാസ്റ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഉള്ള നമ്മുടെ പോഡ്കാസ്റ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ വളരെ നല്ല നിലയിലാണ്. ഒരു ചേട്ടൻ പുള്ളി
നമ്മുടെ കൂടെ ഒരു റീല് ചെയ്തു, പക്ഷെ പുറത്തു വന്നില്ല. നമ്മുടെ ഷോയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു റീല് ചെയ്തോളൂ. പുള്ളി MLA, ഷിബു ഞങ്ങളുടെ കൂടെ ഒരു പോഡ്കാസ്റ്റ് ഇരുന്ന ആള് ഇന്ന് മന്ത്രിയാണ്. നമ്മൾ ഇവിടെ തന്നെ കിങ് മേക്കേഴ്സ്. അതെ, ഈ കേരള പൊളിറ്റിക്സിൽ വിറ്റോക്സിനുള്ള പങ്ക് സത്യം നമ്മൾ ഇതുവഴി അറിയിക്കുക. അതെ, ഏത് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയിട്ട് ക്വറീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം ജയിച്ചു. അതുകൂടെ കിടക്കട്ടെ. കൊറി വന്നപ്പോഴേക്കും ജയിച്ചു. വന്നിരുന്നെങ്കിൽ അതാ അതാണ്. പിന്നെ നമ്മൾ ഒരിടയ്ക്ക് ഫുൾ ഗസ്റ്റിനെ വെച്ചിട്ടുള്ള എപ്പിസോഡ് പ്ലാൻ ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഗസ്റ്റിനേക്കാളും നമ്മൾ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു വൈബ് തോന്നിയില്ല. നമ്മള് ഗസ്റ്റ് വരുമ്പോഴേ നമ്മളെല്ലാരും ഇത്തിരി ഒന്ന് പിന്നിലേക്ക് വലിയ ബാക്കി എല്ലാ ചാനലിലും എല്ലാ ദിവസവും ഉണ്ട് 10-15 ഇന്റർവ്യൂ വെച്ച്, എല്ലായിടത്തും ഗസ്റ്റ് ആണ് വരണേ. ഞാൻ അത് പലതവണ സിക്കയോട് പറഞ്ഞിട്ട് സിക്ക ഗസ്റ്റ് വന്നാലും ചെയ്യുമെന്നാണ് സിക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു സീസൺ 2 എന്തെങ്കിലും ഡിഫറൻസ് ആണെന്ന് സിക്ക പറഞ്ഞു. അതുകൊണ്ട് ഗസ്റ്റ് വേണമെന്നുള്ളതൊക്കെയാണ്. അത് നമ്മൾ നിർത്തി. സീസൺ 3 ആണ് ഇനി വരാൻ പോണത്. സിക്ക പൂർവ്വധികം ശക്തിയോടെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. സിക്ക ഇപ്പൊ ഇന്നത്തെ ദിവസം ഷോക്ക് ബാംഗ്ലൂരാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്. സിക്ക ഇല്ല, ഷോ കഴിഞ്ഞു ഇന്നലെ കഴിഞ്ഞു. അടിപൊളി ഷോ ആയിരുന്നു എന്ന് പറഞ്ഞു. വന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് കേരളത്തേ ഉള്ളൂ, അതുകൊണ്ടാണ് സിക്ക ഇല്ലാതെ നമ്മൾ ഇരുന്നേക്കാന്ന് വിചാരിച്ചത്. അതെ, അതങ്ങോട്ട് തുടങ്ങി വെച്ചേക്കാം. അല്ലെങ്കിൽ ഇത് വീണ്ടും ഒരു ഫ്ലോ വരണം അല്ലേ, ലൂസ് മോഷൻ പോലെ അങ്ങോട്ട് ഒഴിയേക്കണം. അല്ല, ഇതൊരു ട്രെയിലർ എപ്പിസോഡ്, ശരിക്കുള്ള പരിപാടി പുറകെ വരും. ഇനി ട്രെയിലറിൽ ഇതൊരു ടീസറായിട്ടോ എങ്ങനെയാലും കൂട്ടിയാൽ മതി. ശരിക്കും ഇലക്ഷൻ കഴിഞ്ഞ സമയത്തൊക്കെ ഒരു എപ്പിസോഡ് ചെയ്യായിരുന്നല്ലേ? ഇലക്ഷൻ ഭയങ്കര ഇതല്ലായിരുന്നു. പിന്നെ അതല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു ശരിക്കും പുതിയ ആ ഒരു മന്ത്രിസഭയൊക്കെ എങ്ങോട്ട് മൊത്തത്തിൽ ഒരു ചിരിക്കണ മുഖ്യമന്ത്രി, ഒരു പോസിറ്റീവ് വൈബ് അല്ലാണ്ട് അല്ലേ? നമുക്ക് എന്തോ ഒരു പ്രതീക്ഷ വെറുതെ ഒരു ചിരിക്കുന്ന മുഖം കാണുമ്പോ ഒരു പ്രതീക്ഷ നമുക്കത് ഭയങ്കര. പിന്നെ മെയിനായിട്ടും പണ്ടത്തെ സാഹചര്യത്തിൽ ഇപ്പൊ ആൾക്കാര് മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് എന്താ പറയണമെന്നുള്ളത് നമുക്ക് വീട്ടിലിരുന്ന് കാണാവുന്ന ഒരു സാധനം ഭയങ്കര. അതായത് നമ്മൾ നേരത്തെ പണ്ടൊന്നും ആൾക്കാർ അറിയില്ലല്ലോ ഇവരെന്താ തീരുമാനിക്കുന്ന ഇവരുടെ തീരുമാനങ്ങളോ ചർച്ചകളോ ഒന്നും. പക്ഷെ ഇപ്പൊ എല്ലാ സാധനങ്ങളും മൊബൈലിൽ കിട്ടുന്നുണ്ട്, കുറെ കൂടെ കണക്ട് ആണ്. പക്ഷെ അപ്പൊ അത് ഇപ്പൊ ഇച്ചിരി കൂടെ ചിരിച്ചോണ്ടൊക്കെ അത് കേൾക്കുമ്പോ ഒരു രസമുള്ള പരിപാടിയായിട്ട് എനിക്ക്. പക്ഷെ കർക്കശക്കാരനായ ഒരു പ്രിൻസിപ്പിൾ മാറിയ പോലത്തെ ഒരു സാധനം ഉണ്ട് അല്ലേ? അതല്ലേ എനിക്ക്. കുറ്റം പറഞ്ഞത് ഒരാളെ പൊക്കി പറഞ്ഞല്ല, എനിക്ക് രാഷ്ട്രീയ അത് പറഞ്ഞ് ഉള്ള ആക്ഷേപം ഉണ്ടാവില്ലേ? ഓ ഇത് പൂക്കി സിഎം അങ്ങനെ പറഞ്ഞു ഊക്കാനും പാടില്ല. പൂക്കി സിഎം അടിച്ചത് ഈ സാധനത്തിനായിരുന്നു. ഏത് മോഡിഫിക്കേഷൻ ആദ്യം തന്നെ പൂക്കി, അതങ്ങനെയായി പോയി. പുള്ളിക്ക് സംസാരിക്കാൻ അറിയാം, ബെസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാം. പിന്നെ ആള് എല്ലാ വിഷയത്തിനെ പറ്റി ഭയങ്കര ഡീപ്പായിട്ടാണ്. ഒരു വേഗ സാധനം അല്ല പറയാള്. ആള് വിത്ത് കണക്ക് വക്കീലായി ഞാൻ ധവള പത്രം പ്രസന്റ് ഞാനിരുന്ന് കണ്ടടാ. പിന്നല്ലാണ്ട് ആദ്യം എന്ത് തവള പത്രം അറിയണായിരുന്നു, പിന്നെ ധവളപത്രം നോക്കിയപ്പോ ഫുൾ കടബാധ്യതകൾ പറയാണ്. എന്നിട്ടുണ്ടോ ഖജനാവിൽ ഇപ്പൊ എത്രയുണ്ട് ജോർജ്? ഖജനാവില് കഴിഞ്ഞ സർക്കാർ ഇറങ്ങുന്ന ദിവസം, അതായത് പടി ഇറങ്ങുന്ന ദിവസം 2000 കോടിയാണ് ഉള്ളത്. അത് കഴിഞ്ഞ് GST അതിന്റെ സെൻട്രൽ ഇതിന്റെ റിട്ടേൺസ് വന്നതനുസരിച്ച് അതും കൂടി കൂട്ടിയിട്ട് 5000 കോടി ഖജനാവില് ഉണ്ട്. എല്ലാ സർക്കാർ ഇറങ്ങുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മള് ഒരു 5 ലക്ഷത്തി എത്രയാണ്ട് കോടി കടണ്ട്. നമ്മളെ പോലെ തന്നെ 4 പരിപാടി സോൾഡ് ഔട്ട് ആകുമ്പോഴേക്കും നമ്മള് പറയും ഫുൾ വിജയിച്ചു, ജീവിതത്തിൽ രക്ഷപ്പെട്ടു. കട എത്രയുണ്ട്? കട 6 പരിപാടിയുടെ കട. എന്റെ വീടൊരു സർക്കാരാണല്ലേ, ഇത്രയും ബാധ്യത നമുക്കുണ്ട്. എനിക്ക് അത് റിലേറ്റബിൾ ആയിട്ട് തോന്നിയത് അങ്ങനെയായിരുന്നു. എന്താന്ന് വെച്ചാൽ എന്റെ അപ്പന്റെ അടുത്ത് എന്ത് കാര്യം ചോദിച്ചാൽ ആള് മേടിച്ചു തരും. പക്ഷെ അത് മിക്കവാറും ഇൻസ്റ്റാൾമെന്റിലായിരിക്കും, ലോണായിരിക്കും. പക്ഷെ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ തവളപത്രം ഇത്ര ബാധ്യത ഇപ്പൊ വേണ്ടതല്ലേ. അങ്ങനെ നല്ലൊരു തമാശയായിരുന്നു. നമുക്കത് റീലായിട്ട് ഇറക്കി ഇവിടെ കേട്ടു. ജോർജോടെ തവളപത്രം വരും അല്ലേ? ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാൻ. അല്ല, ചിലതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോ എനിക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഞാൻ ജോർജൊക്കെ ചിലത് സംസാരിക്കും, എഴുതി വെക്കണ കുട്ട. ഇങ്ങനെ ഒരു 10 തവണ എഴുതി വെക്കുമ്പോഴാണ് നല്ലൊരു സെറ്റൊക്കെ ഉണ്ടാവുന്നതല്ലേ? അങ്ങനെ എഴുതാനുള്ള റിൻഷ മറ്റേ പാട് മേടിച്ചത്.
മറ്റേ റൈറ്റിംഗ് ഞാനൊരു പാഠം ഓർഡർ ചെയ്ത് പറഞ്ഞില്ലേ എഴുതാൻ വേണ്ടിട്ട്. ഞാനൊരു 200 പേജിന്റെ ബുക്ക് പുതിയ മേടിച്ചിട്ടുണ്ട്. എന്തിനടാ ഇനി പൊളിക്കും, നീ നോക്കിക്കോ. കടം ബാധ്യത എഴുതിക്കാനാണ്. ഇപ്പൊ പേന രണ്ടാമത് ട്രെയിൻ നീ അടുത്ത സീസൺ നമ്മള് ഇത് ചെയ്യുമ്പോ നീ ഒരു ധവളപത്രം അവതരിപ്പിക്കും. വിറ്റ് അത് എന്താണ് സാർ വിറ്റിൽ എന്താണ് സമ്പാദ്യം? ദീപക് മോഹന്റെ കല്യാണം നടത്തി വാങ്ങിയുള്ള കടം. ചിരിക്കും അത് കണ്ട്. കടമാണ് കടത്തിലോടുന്നൊരു ഏറ്റവും എന്താണെന്നറിയോ, ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ടെൻഷൻ. ഇത്ര കടം കാര്യത്തിനല്ലേ ഇത്ര നേരത്തെ ഇതൊക്കെ തന്നെ യൂസ് നമ്മൾ അറിയണല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവരുടെ എല്ലാ സ്റ്റേറ്റുകളും കടത്തിൽ തന്നെയാണ്. നമ്മുടെ അവിടെ ഒരൊറ്റ സ്റ്റേറ്റും ലാഭത്തിലൊന്നും. തമിഴ്നാടിനും 6 ലക്ഷം കോടി കടം. പക്ഷെ ആ സ്റ്റേറ്റും ഈ സ്റ്റേറ്റും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര ചെറിയ സ്റ്റേറ്റിന് അത്ര വലിയ കടമുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. എനിക്കറിയില്ല. ഞാനും വിജയന്റെ മുഖ്യമന്ത്രി അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് തമിഴ്നാടിന്റെ ഒരു സാധനം, ഒരു സിനിമ ഇരുന്നത്. ഞാൻ സത്യം പറയാം, എനിക്കുണ്ടല്ലോ, എനിക്ക് സിനിമയില് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു അസാധാരണ സംഭവം ഞാൻ വിശ്വസിക്കില്ല. എന്റെ മൂഡ് പോവും. ഞാൻ പിന്നെ ഇതൊക്കെ ചുമ്മാ നടക്കുന്ന കാര്യമാണോ പടപട. ഞങ്ങളിപ്പം ഈ മറ്റേ പ്രതിച്ഛായ പോലും അങ്ങനെ ഒരു മറ്റേ മുഖ്യമന്ത്രിയുടെ സ്ഥാനം പെട്ടെന്ന് മോനെ പെട്ടെന്ന് മറ്റേ 2-3 കെട്ടൊക്കെ ഓടുമ്പോഴത്തേക്ക് ഇതാവണ പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഞാൻ പ്രതിച്ഛായ മോശമാണെന്നല്ല കണ്ടോണ്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. നല്ല സിനിമ. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് പേഴ്സണലി അങ്ങനെ നടക്കാത്ത കാര്യം ഇത് ആ ഒരു പെട്ടെന്നൊരു വിശ്വാസത്തിന്റെ ഒരു ചെറിയ ഇത് അടിക്കും. പക്ഷെ ഞാനും നമ്മളും ഈ പറഞ്ഞ പോലെ വിജയ് ഈ പരിപാടി നടത്തുന്നുണ്ട് വരുന്നൊക്കെ അറിയുമ്പോഴും നമ്മളിങ്ങനെ എന്തിന്. ഞാൻ ആ സമയത്ത് ഞാൻ മധുരയില് വൈഫിന്റെ പഠിക്കുന്ന സമയത്താണല്ലോ വിജയ് പാർട്ടി തുടങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ അവിടെ വരുന്ന മെഡിക്കൽ റപ്പ് പിള്ളേരാണ് അവരൊക്കെ. അവരുടെ അടുത്ത് ചോദിച്ചാൽ കറക്റ്റ് പൾസ് അല്ല അറിയണ്ടേ. അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവര് ജയിക്കും, പക്ഷെ ബാക്കിയുള്ളവർ ജയിക്കാൻ സാധ്യത കുറവാണ്. വിജയ് ജയിക്കും, ബാക്കിയുള്ളവർക്ക് സീറ്റ് കിട്ടുമോ എന്നുള്ളത് സംശയമാണ്, പാർട്ടി കയറില്ല എന്നുള്ള സാധനം ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു സാധനമായിരുന്നു. പുള്ളി അതിന് മുന്നത്തെ ഇലക്ഷൻ തന്നെ പുള്ളി ഈ ഫാൻസ് അസോസിയേഷനൊക്കെ ഇറക്കിയിട്ട് പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി ഇത് നല്ല പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. ഇത് എങ്ങനെ പോകും എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ കുറെ ടെക്നിക്കൽ ഇതുകളൊക്കെ അതെല്ലാം ഇപ്പൊ ഈ പൊളിറ്റിക്കൽ കൺസൾട്ടൻസ് ഉണ്ട്. ഇവരും ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ഇവരുടെ ഉപദേശകരും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു പ്രോജക്ട് മുന്നോട്ട് കൊണ്ടിരുന്നതും. ഈ അടുത്ത് ഞാനൊരു കേറിയപ്പോ തന്നെ പുള്ളി 700-800 ടാസ്മാക്കുകൾ, അത് മദ്യശാലകള് പുള്ളി പൂട്ടിച്ചു. ഡയറക്റ്റ് റവന്യൂ കട്ടാവുന്ന പരിപാടിയാണ്. പക്ഷെ എന്നിരുന്നാലും അതിനൊക്കെ പ്ലാൻ ഇൻ പ്ലേസ് കാണും. സ്കൂളിന്റെയും ഇതിന്റെ ഒക്കെ അടുത്തുള്ളതായിരുന്നു. ഒരു പോപ്പുലർ മൂവ് ആണ്. അതെ. അവിടെ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇമ്പാക്ട് ഉള്ളത്, അതായത് അടിക്കോടത് ഇങ്ങനെ പോണതല്ല, അതങ്ങനെ ഒരു അടിച്ചാൽ അത് പേപ്പറിൽ ഫ്രണ്ട് പേജിൽ വരണ സാധനങ്ങള് സിനിമാറ്റിക് പക്ഷെ ഭയങ്കര രസമുണ്ട്. ആ സമയത്ത് പ്രചാരണം ഇതല്ലായിരുന്നു. സ്റ്റാലിന്റെ ടീമുകള് ലാപ്ടോപ്പ് കൊടുത്തിരുന്നു. അപ്പൊ ആ ലാപ്ടോപ്പിൽ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട് സ്റ്റാലിൻ. എന്നിട്ട് ആ ലാപ്ടോപ്പ് തുറക്കുമ്പോ വിജയ്. കാരണം അതൊരു പ്രശ്നമാണ്. അതായത് ഈ പിള്ളേർ സ്റ്റിക്കർ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ വാറന്റി കട്ടാവും സ്റ്റിക്കർ റിമൂവ് ചെയ്താൽ. അതായത് ഈ ലാപ്പിന് എന്തെങ്കിലും പ്രശ്നം വന്ന് സർവീസ് ചെയ്യാണ്ട് ഫ്രീ സർവീസ് അല്ല വാറന്റി കിട്ടൂല ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടാണ് അതുപോലൊരു അത് വിജയ് പറയുകയും ചെയ്തു, നിങ്ങൾ കിട്ടുന്ന കാശ് എല്ലാം മേടിച്ചോ, ഒക്കെ നിങ്ങളുടെ കാശാണ്, ആരും മേടിക്കാണ്ടിരിക്കുന്നത്. അത് പുള്ളി റാലിയിലൊക്കെ പ്രസംഗിക്കുമ്പോ കറക്റ്റ് ആയിട്ട് പുള്ളി ആ സിനിമയിലുള്ള പുള്ളി നമ്മൾ കണ്ടേക്കുന്ന പുള്ളി റിയൽ ലൈഫിൽ പുള്ളി അത് തന്നെയാണ്, ആ ഒരു സംസാരം തന്നെയാണ് അല്ലേ. പക്ഷെ ഈ ഭയങ്കര ഇതുണ്ട്, പൂറിഞ്ഞപ്പോ പോകുമ്പോ പേടിച്ചു ഓടി. അത് മാത്രമേ ഭീഷണികൾ കുറെ എൻഡ് ഓഫ് ദി ഡേ മനുഷ്യൻ തന്നെയാണ്. ഇവിടെ രാജീവ് ഗാന്ധിനെ അതുപോലെ കൊന്നിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നടക്കാം, അതില് ഭയപ്പെടാണ്ട്. ഒരു സിനിമ സ്റ്റൈലിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതേ സിനിമ സ്റ്റൈലിൽ ഇതും സംഭവിക്കാലോ. അല്ല, പുള്ളിയും കുറെ പ്രശ്നങ്ങൾ പുള്ളിയുടെ മറ്റേ പടം ഇറക്കാൻ സമ്മതിക്കാനുള്ള, അതായത് പുള്ളി ഇങ്ങനെ പുള്ളിയുടെ ക്യാമ്പയിനിങ് അങ്ങനെയുള്ള. എനിക്കൊന്നും പടം ഇറങ്ങാൻ നന്നായി തോന്നില്ലേ പുള്ളി. പടം ഇറങ്ങി ചിലപ്പോ പാളിയനല്ലേ. പക്ഷെ ഭയങ്കര എല്ലാം മറ്റേ മറികടന്ന് പുള്ളി ഇത്രയും പരിപാടി പിടിച്ചത് ഭയങ്കര. ഏറ്റവും പ്രശ്നം തൃഷയുടെ ഇഷ്യൂ അങ്ങനെ പൊക്കിയെടുത്തിട്ട് മൊത്തത്തിൽ പുള്ളി എന്നിട്ടും പുള്ളി ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ. പക്ഷെ അത് ഭയങ്കര ഒരു അതൊരു ചിലർ പറയുന്നത് ഒരു 6 മാസത്തിൽ ചിലപ്പോ വീഴാൻ സാധ്യതയുള്ള ഒരു, ഒന്നും പറയാൻ പറ്റില്ല. അതായത് ഇങ്ങനത്തെ ഒരു മുന്നണിയല്ലേ നമ്മൾ കാണുന്ന. ഈ മൊത്തം ആൾക്കാർ ഒരു 10-14 പേര് കൂടി അപ്പുറത്തെ പാർട്ടിയിലോട്ട് പോകുന്നു. അപ്പൊ അതിൽ ഈ CJP കോക്രോച്ച് ജനതാ പാർട്ടി പറഞ്ഞേക്കുന്നത് അങ്ങനെ മാറുന്ന ആൾക്കാരുടെ ഇത് ക്യാൻസൽ ചെയ്യണം, അവര് പിന്നെ മത്സരിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിയമം വന്നാൽ നന്നായിരിക്കില്ലേ? ഭരണത്തിലിരിക്കെ
പാർട്ടി മാറുന്ന ആൾക്കാര്. വോട്ട് ചെയ്ത് ജയിച്ചു പോയിട്ട് പാർട്ടി മാറുന്ന അതൊക്കെ ഭയങ്കര പ്ലെയിൻ ആയിട്ട് ടിക്ടോക്സിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണല്ലേ കേക്ക് ഇരുന്ന് രാഷ്ട്രീയമൊക്കെ കേക്ക് ഇരുന്ന് ബോറടിക്ക് കേക്ക് എന്നിട്ട് ഇനിയും ബോറടിക്കുന്ന ഇടയ്ക്ക് വിട്ട് സിക്ക എവിടെ ഒരു കമന്റ്. പക്ഷെ നല്ല തമാശ വിട്ടൊരു മഹാദേവ ലൈവ് കാണാൻ ടിക്കറ്റ് എടുത്ത് വരിക. എന്റെ പരിപാടിയുടെ അതല്ല നല്ലത്. അതിലും നല്ല തമാശ. ഇത് ഇടത്തരം എടുത്തരും തമാശകൾക്ക് സമീപിക്കുക സ്നേക്ക് ആൻഡ് ലാഡർ. അത് കണ്ടിട്ടുള്ളവരോട് നിങ്ങൾ ചോദിക്കണം. വൺസ് ഇൻ എ ലൈഫ് ടൈം. ആരായിട്ടാ ആരോടായിട്ടാ ആരെ കണ്ടേക്കുന്നത്? റണ്ണിങ് സക്സസ്ഫുള്ളി കൊച്ചിയില് അത് കണ്ടവര്. ഓക്കെ. പിന്നെ വന്നതാണ് ഈ നീറ്റ് പരീക്ഷ പേപ്പർ ചോർന്നത്. എന്റെ പൊന്നു, അത് കൊള്ളായിരുന്നല്ലേ. അല്ല എനിക്കൊന്ന് കാലങ്ങളായിട്ട് ഇത് ഉടായ്പ നടക്കുന്നുണ്ട്. ഉണ്ട്. പക്ഷെ അത് ഇത്തവണ അങ്ങോട്ട് വല്ലാണ്ട് പിടി വീഴുന്നുള്ളതാണ് പ്രശ്നം. അതല്ല നമ്മുടെ ഈ ലോകത്തിന്റെ തമാശ പറയാനുള്ള ഏറ്റവും ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ അതിലും വലിയ തമാശ നടക്കാണ്. ഒരുത്തം 10 ലക്ഷം കൊടുത്ത് മോനി പേപ്പർ, അവന് പാസ് മാർക്ക് കിട്ടിയില്ല. അന്ന് എനിക്ക് എന്നോടൊരു ബഹുമാനം തോന്നി. ഞാൻ ഏറ്റവും അവൻ എത്ര 72 ഭയങ്കര കുറവ്. 170 മാർക്ക് കണ്ട മേടിച്ചവൻ. അത് കറപ്പിക്കണ സാധനം. അത് പഠിച്ച അവന് ഉത്തരം പഠിക്കണ്ട. ചിലപ്പോ കിട്ടിയ സെറ്റ് മാറി പോയില്ല. ABC ചിലപ്പോ സെറ്റുകൾ കാണില്ലേ, അതുപോലെ മാറി പോയി. പുള്ളി ചിലപ്പോ കറക്റ്റ് കറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കാര്യമായിട്ട് ഇത് സീരിയസ്ലി 2-3 കൊല്ലിരുന്ന് എഴുതിയോ. അത് ആ സമയം ക്വാളിഫൈ ആയിട്ട് ഇത് അത്രയും സ്ട്രെസ് ഉള്ള ഒരു പരിപാടിയാണ്. അത് എഴുതി കഴിഞ്ഞ് പിന്നെ രണ്ടാമത് എഴുതുക, അതിലൊരു അനിശ്ചിതത്വം ഉണ്ടല്ലോ. എത്രയൊക്കെ പഠിച്ചാലും ആ ഒരു അന്നേ ദിവസത്തെ ഒരു നമ്മൾ ലാസ്റ്റ് ഒരു മെഡിക്കൽ കോളേജ്, മഞ്ചേരി മെഡിക്കൽ കോളേജ് അല്ലേ, മഞ്ചേരി മെഡിക്കൽ കോളേജ് എടുത്തിട്ട് ഞാൻ മെഡിക്കൽ കോളേജുകൾ ശവം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ എടുക്കണം എന്നെ. കുറെ മെഡിക്കൽ കോളേജ് ഷോസ് കിട്ടുന്നുണ്ട് ഈ അടുത്തായിട്ട്. അപ്പൊ നമ്മൾ ലാസ്റ്റ് മെഡിക്കൽ കോളേജ് ചെയ്ത് ഞാൻ പുള്ളി നമ്മളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് അവിടുത്തെ ഒരു പയ്യൻ വന്നപ്പോ അവൻ പറഞ്ഞു ഇതുപോലെ അവൻ ഇതുപോലെ നീറ്റ് ക്ലിയർ കയറി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണല്ലോ. ആ ഒരു അത് ആ ദിവസത്തെ പരിപാടി എത്ര നാള് പ്രിപ്പയർ ചെയ്താലും അന്നത്തെ ആ ഒരു അതെങ്ങനെ ഇരിക്കണോ അന്നത്തെ നമ്മുടെ ഷോമല്ലേ നമ്മൾ എത്ര ചെയ്താലും അന്നത്തെ ദിവസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ കിട്ടിയൊരു അത് പിന്നെ രണ്ടാമത് ചെയ്യണം. കുറച്ച് കുട്ടികൾ ആത്മഹത്യ ചെയ്തു. 5 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഇതിനൊക്കെ ആരും ഉത്തരം പറയും? ഇത് ഈ ഉത്തരം പറയാനത് പോട്ടെ, ഞാൻ പറയാം എഞ്ചിനീയറിംഗ് നിങ്ങൾ പേപ്പർ ലീക്ക് ചെയ്തോ, അവനെ കൊണ്ട് ഒരു ശല്യമില്ല. അവ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി പോയി അല്ലെങ്കിൽ സിനിമ ഫീൽഡിൽ പോയി അതൊന്നും പറ്റില്ല, അത് ചെയ്യുള്ളൂ. ഇത് ഈ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ചു വിടുന്ന പോലെ ഉടായ്പിൽ കയറ്റി വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രൊട്ടസ്റ്റിന് വന്നൊരു പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു. ആള് പ്രൊട്ടസ്റ്റിന് വന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഫസ്റ്റ് നീറ്റ് പേപ്പർ ചോരുന്നത് ഫസ്റ്റ് BJP സർക്കാരിന്റെ സമയത്താണ്. അപ്പൊ 80 എത്രയിലാണ് ആദ്യത്തെ നീറ്റ്, അന്ന് ഇതിന്റെ പേര് വേറെ എന്തൊക്കെയായിരുന്നു, അന്ന് ചോർന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ ഞാൻ ഇൻസ്റ്റയില് ഇയാളുടെ റീല് കണ്ടതെന്ന് പറഞ്ഞാൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇത് നടക്കുന്നിടത്ത് ഒരു യൂട്യൂബർ എന്താണ് ഈ ജെൻസി പരിപാടിയിൽ ഇയാൾക്ക് അത്യാവശ്യം പ്രായമുണ്ട്, എന്താ വന്നിട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞ ആളുടെ ബ്രദർ മരിച്ചത് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഇതിലാണ്. ടാറ്റയുടെ ഹോസ്പിറ്റലിലായിരുന്നു. ആള് ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞു. ആദ്യം പേര് പറഞ്ഞില്ല, ഉപ്പ് തുടങ്ങി സ്റ്റീൽ വരെ ഉണ്ടാക്കണ കമ്പനിയാ ടാറ്റ. അപ്പൊ അവിടെ ആയിരുന്നു. അപ്പൊ അവിടെ ഈ പറഞ്ഞു വന്നപ്പോ ഇയാൾ സ്കൂൾ പാസ്സായിട്ടില്ലെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബാക്ക് ഡോർ പ്രവേശനം അന്നത്തെ ആ കൊല്ലം ശരിക്കും 1000-600 പേരെന്തോ ഈ സംഭവം വെട്ടിച്ച് കയറിയിട്ടുണ്ട്, ഇതില് കയറിയിട്ടുണ്ട്. അപ്പൊ ഈ അന്വേഷിച്ച് വന്നപ്പോ ഈ ഡോക്ടർ ആ ബാച്ചിലിട്ടാന്നാ പറയുന്നത്. അപ്പൊ ആൾക്കാർ സർജനാണ്. ആ അപ്പൊ അത് കാരണം ഈ ഒരു സംഭവത്തിൽ ആള് പ്രതിഷേധിക്കാൻ വേണ്ടിട്ട് ഡോക്ടർമാര് അത് കൊറേ സിനിമയിലുണ്ട്, അല്ല റീലൊക്കെ ഉണ്ട് അല്ലേ. നമ്മുടെ നാട്ടിൽ തന്നെ PSC ഏതാണ്ട് ഒരു നേതാവിനെ അവസാനം ചികിത്സിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാനാ അത് ഭയങ്കര ടാസ്ക് അല്ലേ. ഭയങ്കര ഒരു ഹെക്ടിക് സാധനത്തിൽ കൂടെ അവർ കടന്നു പോണേ MBBS പഠിക്കാന്ന് പറയുന്നത്. അതെ. അപ്പൊ ചിരിക്കൊടുക്കുകളാണല്ലേ, പെട്ടെന്ന് ചിരിച്ചോളൂ. നമ്മൾ ഷോ ചെയ്യുമ്പോഴേ നമ്മൾ അവിടെ ചെയ്തു, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ചെയ്തു, മഞ്ചേരി മെഡിക്കൽ കോളേജ് ചെയ്തു. നല്ല ഷോസ് ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അവർ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. ഇനി ചിരിയിലോട്ട് തിരിച്ചു
നീറ്റ് കഴിഞ്ഞു. ഇനി 6 ഉണ്ടെങ്കിൽ ഒരു 4 സിനിമയും കൂടി പറഞ്ഞാല്. അങ്ങനെ ഈ നേരത്തെ പറഞ്ഞ വിജയുടെ കേസ് പറഞ്ഞപ്പോഴാണ് അതിനകത്ത് ഈ ലാപ്ടോപ്പ് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നീ പാട്രിയോട്ട് കണ്ട? ഇല്ലില്ല പാട്രിയോട്ടിനകത്ത് അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ലാപ്ടോപ്പിന്റെ കേസ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് പാട്രിയോട്ട് ഭയങ്കര ഇതല്ലേ, വല്ലാത്ത അവസ്ഥയായി. പാട്രിയോട്ട് റെക്കോർഡ് ഇതിലങ്ങണ്ട അത് നേരത്തെ പോയിട്ടുണ്ടാവും. പോയിട്ടില്ല. അത് ഇത്രയും സ്റ്റാർ വാല്യൂ എല്ലാരും കാണും, ഒരു തവണ കണ്ടു നോക്കാന്ന് വിചാരിക്കും. പക്ഷെ എന്നാലും അത് എനിക്ക് ആ ഫസ്റ്റ് ഹാഫ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ പോയിട്ട് എനിക്ക് പിന്നെ എനിക്ക് ജനുവലി എനിക്ക് തോന്നിയ സാധനം എന്ന് പറഞ്ഞാൽ, അതായത് ചിലപ്പോ മമ്മൂക്കയുടെ ഹെൽത്ത് ഇഷ്യൂ കാരണം ആയിരിക്കാം ചിലപ്പോ പടം സെക്കൻഡ് ഹാഫ് ചിലപ്പോ ചെയ്യുന്നത്. പടത്തിൽ 4 ലിറ്റർ ഹെൽത്ത് ഇഷ്യൂ മൊത്തം. അതൊക്കെ എന്തല്ലേ നമ്മുടെ ആ ഒരു വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള കാസ്റ്റിംഗ് അല്ലേ. അങ്ങനെയുള്ള എന്നുവെച്ചാൽ പുള്ളിക്കാരൻ എന്തോ ഡിസേബിൾഡ് മനുഷ്യനായിട്ടൊക്കെയാണ്. പിന്നെ ഇപ്പൊ എന്തായാലും ആൾക്കാര് പുള്ളി ശരിക്കും ഉപയോഗിക്കാൻ പറ്റും, സഹായിക്കാൻ വന്നിട്ട് മരിച്ചു. പുള്ളിക്ക് ഒരു കാലില്ല. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കരമായിട്ട് ഞാൻ അത്ര കേട്ടപ്പുറത്ത് എന്തിനാ എനിക്ക് 4 ലിറ്റർ ഇങ്ങനെ കാണണ്ട. ആദ്യം തൊട്ട് അതുകൊണ്ട് നീ കാണാത്തെ എന്നുവെച്ചാ ഞാൻ ഉദ്ദേശിച്ചൊരു അങ്ങനത്തെ ഒരു മൂഡല്ലത്. അപ്പൊ പിന്നെ എനിക്കത് വെറുതെ കണ്ട് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കര. ആൾക്കാർ ഇങ്ങനെ കളിയാക്കുമ്പോഴും അല്ല ഇതിന്റെ ആദ്യം ടീച്ചർ ഇറങ്ങിയിട്ട് പിന്നെ മറ്റേ രജനീകാന്ത് കമലഹാസൻ കോമ്പോയില് മറ്റൊരു സാധനം വന്ന് ഭയങ്കര ഇങ്ങനെ വേണം ചെയ്യാൻ, നമുക്ക് ഇതാണ് വേണ്ടതെന്നൊരു സാധനം മലയാളികൾ ഭയങ്കരമായിട്ട് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് മറ്റൊരു അനുവദിക്കുക. അപ്പോഴാണ് അവര് മറ്റേ കാറേന്ന് 3 പേരോട് ഇറങ്ങി അതൊക്കെ കാണിക്കാൻ പക്ഷെ പിന്നെ അങ്ങോട്ട് ഇതൊക്കെ കേട്ടപ്പം എനിക്ക് പിന്നെ കാണാനുള്ളൊരു എനിക്ക് അതിന്റെ എഡിറ്റിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ തുടക്കം ഈ ടൈറ്റിൽ എഴുതി കാണിക്കില്ലേ, അപ്പോഴേക്കൊരു 10-100 ഫോൺ അങ്ങോട്ട് പൊങ്ങിയല്ലോ. അത് ടൈറ്റിൽ എഴുതി കഴിഞ്ഞാൽ ടക്ക് ഒരു 2 സെക്കൻഡ് അത് സാധനം പോയി. അതുകൊണ്ട് ഫോൺ എടുത്തിറങ്ങി ശല്യാണ് ഈ കണ്ടിട്ട് അതിന്റെ ഇടയിൽ ഫ്ലാഷ് മേടിച്ച്. അതാണ് ആ പടത്തിൽ ഡയറക്ടർ ബ്രില്യൻസ്. എടുക്കാൻ വേണ്ടി ആൾക്കാർ രണ്ടാമത് കയറും, പടത്തിന് വേണ്ടി കയറും. പിന്നെ അതില് മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ മറ്റേ ലാലേട്ടനും ആ സീൻ ഉണ്ടല്ലോ, ആ കാറിലുള്ള സീൻ ഉണ്ടല്ലോ, അതെടുക്കാൻ എന്തായാലും കുറച്ച് സമയം കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ഒരു രസത്തിൽ പോകുന്നത്. നമ്മുടെ അവിടെ ഇപ്പൊ എല്ലാരും ഉണ്ട് അല്ലേ, ടൈറ്റിൽ വരുമ്പോ എല്ലാവരുടെയും മൊബൈല്. പടം ഓരോരുത്തരുടെ രസം. പിന്നെ ഏതായിരുന്നു പടം ഇറങ്ങിയത് രസമുള്ള ഇഷ്ടം പോലെ പടങ്ങൾ ഇറങ്ങി. നീ അതിരടി കണ്ടോ? അതിരടി കണ്ടു. പറഞ്ഞോളൂ. അതിരടി ആവറേജ്. എന്റെ കണ്ടില്ല. ഞാനും കണ്ടില്ല. ഞാൻ കണ്ടു. ഞാൻ പിന്നെ ഏതാ കാണാണ്ടിരുന്ന പടം ഏതായിരുന്നു? അയ്യോ ദൃശ്യന്ത്രി ഞാൻ കണ്ടിട്ടില്ല. എല്ലാം എനിക്ക് ഈ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോഹിനിയാട്ടം. ഭയങ്കര അത് പാവങ്ങൾക്ക് എന്നിട്ട് അതിന് 50 കോടിയും കണ്ടാണ് കളക്ഷൻ. മോഹിനിയാട്ടം തിയേറ്ററിൽ നല്ല ചിരി ഉണ്ടായിരുന്നു. ഞാൻ തിയേറ്ററിലെ കണ്ട തിയേറ്ററിൽ നല്ല ചിരി ഉണ്ടായിരുന്നു. എനിക്കിത് പറഞ്ഞ പ്രശ്നം ഇതായിരിക്കും, നമ്മുടെ വിറ്റോസ് ആൾക്കാരിൽ കാണും. എനിക്ക് വാഴ 2 ഇഷ്ടപ്പെട്ടില്ല. 200 കോടി കളക്ട് ചെയ്തിട്ട് മോഹിനിയാട്ടം പോലൊരു പടം 50 കോടി കളക്ട് ചെയ്യുമ്പോൾ എനിക്ക് മലയാളികളോട് പുച്ഛം തോന്നി. കാരണം അതിന് നല്ല ക്രാഫ്റ്റ് ഉള്ള പടമല്ലേ മോഹിനിയാട്ടം. പക്ഷെ വാഴ 2വിനകത്ത് എനിക്ക് സെക്കൻഡ് ഹാഫ് ആണ് വാഴ 2 വർക്കായ ഭാഗം. ഫസ്റ്റ് ഹാഫ് എനിക്ക് വർക്കായിട്ടാണ് പറഞ്ഞാട്ടോ. ഞാനിപ്പോ ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് സെക്കൻഡ് ഹാഫ് വർക്കായത്. സെക്കൻഡ് ഹാഫ് മാത്രമേ ഇതില് കണക്ട് ആയൊരു ഭാഗമുള്ളൂ. വാഴ 1 തന്നെ. അതെ വാഴ 1 തന്നെ. ഇതില് പ്രശ്നങ്ങൾ എങ്ങോട്ടത് പോയത്? ഇനി വൃത്തിയിട്ട സംഭവം മാഗ്നറ്റ് സിക്കയുടെ മറ്റേ തമാശ പോലെ മനുഷ്യന്റെ കാലെ കമ്പിട്ടിട്ട് മാഗ്നറ്റ് അതിലൊട്ടിയിരിക്കുമായിരിക്കും. ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ഫ്രണ്ടിലെ മൈക്ക് എന്തിനാ? ഇതൊരു ഡെക്കറേഷൻ പർപ്പസിന് വെച്ചേക്കുന്നതാണ്. കാരണം ഇന്ന് വി ഹാവ് നമ്മുടെ പുതിയ പ്രൊഡക്ഷൻ ക്രൂ മെമ്പർ, പേര് പറഞ്ഞോളൂ. സഞ്ജയ് അല്ല സഞ്ജയ്. ഇന്ന് സഞ്ജയ് ലീഡ് ചെയ്യാൻ ശരിക്കും പറയാൻ നമ്മുടെ അഖിൽ വേണമായിരുന്നു. പക്ഷെ അഖിൽ ഞങ്ങളെ തേച്ചു. അപ്പൊ സൗണ്ടൊക്കെ സഞ്ജയ് ഫിഗർ ഔട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് അതിനാണ് ഈ സുന വെച്ചേക്കുന്നത്. ചിലപ്പോ ഇനി തുടങ്ങി ഇത് മാത്രമായിരിക്കും, ഇതുണ്ടാവില്ല. ഇതിന്റെ ഒരു ശീലത്തിന് അല്ല പോയത് വാഴ 2 ഞാൻ ഫസ്റ്റ് ഡേ കണ്ടതാണ്. ഫസ്റ്റ് ഡേ കണ്ടപ്പോ എനിക്ക് നമ്മള് ഫസ്റ്റ് ഹാഫില് പറഞ്ഞ പോലെ ഹാഷിറിന്റെ റീൽ ടൈപ്പ് തമാശകളില് കുറെ സാധനങ്ങള്
വരുന്ന വിചാരിച്ച. എനിക്കറിയില്ല, ചിലപ്പോ എനിക്ക് ചില സമയത്ത് ഞാൻ ഔട്ട്ഡേറ്റഡ് ആയെന്ന് തോന്നുന്നുണ്ട്. ചില സാധനങ്ങൾ വർക്കാവാത്തത് നമ്മൾ ജെൻസി ആയിട്ട് നിനക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് ജെൻസി ആയിട്ട് കണക്ട് ആവായകുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ എനിക്ക് ചില സാധനങ്ങളൊന്നും വർക്കായില്ല. പക്ഷെ ജോർജ് ഒരിക്കലും ക്ലച്ച് അല്ലല്ലോ. അല്ല ഞാൻ ഇപ്പൊ എനിക്ക് ആശറിനെ ടീമിനെ ഭയങ്കര ഇഷ്ടമാണ്. അവരെ സ്ക്രീനിൽ കാണുമ്പോ അവര് നല്ലതായിട്ടൊക്കെ പരിപാടി അവരതൊക്കെ ഇടുവായിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ആ സ്ക്രിപ്റ്റില് ഭയങ്കര വലിയ ഫണ്ണായിട്ടോ, പക്ഷെ എനിക്ക് ആ ഇമോഷൻ സാധനങ്ങൾ കറക്റ്റ് കണക്ട് ആയില്ല. എനിക്ക് ശരി കറക്റ്റ്. ഞാൻ വാഴ എനിക്ക് ഏറ്റവും ക്ലൈമാക്സും ഭയങ്കര രസമായിട്ട് ഇഷ്ടപ്പെട്ടു. വാഴയിലത്തെ ഫസ്റ്റ് ആ ഒരു ടെംപ്ലേറ്റ് അവർ ഫിഗർ ഔട്ട് ചെയ്തിട്ട് സെയിം സാധനം തന്നെയാണ് സെക്കൻഡിൽ ഉപയോഗിച്ചത്. എന്റെ അടുത്ത് വാഴ എങ്ങനെ ഉണ്ടായിരുന്നത്, ഞാൻ ഫസ്റ്റ് ഡേ ഇങ്ങനെ പടം കാണില്ലല്ലോ. അപ്പൊ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് മുമ്പ് എന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചപ്പോ എന്താ പറയണ്ടേന്ന് അശോക് എന്ത് പറഞ്ഞു അറിഞ്ഞാലേ പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ അടുത്ത് വാഴ 2 എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ വാഴ 1 പോലെ തന്നെ സെയിം സാധനം തന്നെ. ആ സിറ്റുവേഷനുകളിൽ ചെറിയൊരു മാറ്റം, പക്ഷെ ആ പടത്തിന്റെ ഗ്രാഫ് സെയിം ആണ്. മറ്റേ പരിപാടിക്കാണല്ലോ, അതായത് ഈ മറ്റേ വാഴ 1 ആൾക്കാർ എൻഡി കൊണ്ട് അതെല്ലാം അങ്ങനത്തെ ഹൈ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ കിടുവായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ കുറെ കഴിഞ്ഞാ കണ്ടേ. ആ തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് അത്ര ഭയങ്കര കിടിലായിട്ടൊന്നും കിട്ടിയില്ല. തിയേറ്ററിൽ കൂടെ ഇരുന്ന് കണ്ട കുറച്ചുകൂടെ വർക്ക് ചേട്ടൻ ചോദിച്ചു നീ എന്താ എനിക്ക് മറ്റേ അത് ഞാനും ചേട്ടനും ഇരുന്നാണ് കണ്ടേ. എനിക്ക് യുവമാരുടെ ഗ്യാങ്ങിനെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് തോന്നിയത് ഇവരെ വെച്ച് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു മാക്സിമം അതിനടുത്തുണ്ട്. അവരുടെ ഗ്യാങ്ങിന്റെ വൈബ് അല്ലേ, നല്ല പ്രോപ്പർ ആയിട്ട് ഉപയോഗിച്ച് അതുപോലെ നമുക്ക് നേരെ ഈ സോഷ്യൽ മീഡിയ സർക്കിളിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ വേറെ പടങ്ങൾ ഇപ്പൊ റീസെന്റ് കണ്ടു. ഞങ്ങൾ OTT-ൽ വന്ന 1-2 പടങ്ങൾ ഇന്നലേക്ക് ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലുള്ള സർക്കിൾ നമുക്ക് എടുത്തോണ്ട് വരാം. പക്ഷെ അവരെ വെച്ച് കറക്റ്റ് ആയിട്ട് ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്ത് വർക്കാക്കി എടുക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര വലിയ ടാസ്ക് ആണ്. അത് ചെയ്തിട്ടുണ്ട്. അത് കണ്ട പടത്തിന്റെ പേര് നമ്മൾ പറയാനുള്ള. പക്ഷെ നീ മറ്റേ പടം നല്ല പടം പറഞ്ഞില്ലേ ഇന്നലെ കണ്ടത്ര? സുഖമാണോ മാത്യു മറ്റേ ദേവിക സഞ്ജി നല്ലൊരു ത്രെഡാണ്. നല്ലൊരു ത്രെഡ് അങ്ങനെ പോയി പക്ഷെ എൻഡിലെത്തിയപ്പോ എനിക്കൊരു വിഷമം വന്നു. അത്രേ ഉള്ളൂ. വിഷമം എന്ന് വെച്ചാ കുറച്ചുകൂടെ നന്നാവുമായിരുന്നു എന്നുള്ളൊരു സാധനം. പക്ഷെ അത് അതുപോലെ ഇപ്പൊ തിരിച്ചത് കണ്ടിട്ട് ഇപ്പൊ ഭയങ്കര ഇതായിട്ട് റീലിലും എല്ലാത്തിലും ഓടിക്കൊണ്ടിരിക്കണ പടമാണ് സ്പാ. സ്പാ അടിപൊളി പടം കേട്ടോ. സ്പാ ഞാൻ കണ്ടു. എനിക്ക് സ്പാ ഇഷ്ടപ്പെട്ടു. എനിക്ക് സ്പാ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് നമ്മൾ ആരും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ കാണാൻ പോകുന്നൊക്കെ പുള്ളിയോട് പറഞ്ഞായിരുന്നു. എനിക്ക് പക്ഷെ ഞാനിത് ഈ ടൈപ്പ് ഒരു പടമാണ് എനിക്കെന്ന് വെച്ചാൽ ഇപ്പൊ ആ ഒരു മേഖല വർക്ക് ചെയ്യുന്ന അവരുടെ ഒരു സെന്റിമെന്റ്സ് ഒക്കെ ആണെങ്കിൽ എനിക്കത് നമുക്കത് അങ്ങനെ ഇതിന്റെയൊക്കെ മാർക്കറ്റിംഗിന്റെ ഭാഗത്തല്ലേ? അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു വൈബ് തന്നില്ല. എനിക്ക് കിട്ടിയില്ല. ഞാനത് കാണാതിരുന്നത്. പക്ഷെ ഞാൻ എന്റെ 2-3 കൂട്ടുകാർ കണ്ടിട്ട് കാണണം കേട്ടോ, അടിപൊളി പടം. 2-3 സീനുകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് അതൊരു പോയിന്റ് അങ്ങോട്ട് ഓൺ ആയിട്ട് അത് വൻ കിടിലം പടമാണ്. അതിന്റെ സ്ക്രിപ്റ്റ് ഭയങ്കര അടിപൊളി സ്ക്രിപ്റ്റ് ആണ്. ക്ലൈമാക്സ് പറഞ്ഞ പോലെ ഡയലോഗ്സ് ഒക്കെ എഴുതിയേക്കണൊക്കെ ഭയങ്കര പുള്ളി എഴുതിയേക്കുന്നത്. എനിക്ക് പുള്ളിയോട് ഭയങ്കര റെസ്പെക്ട്. വന്ന ആൾക്കാരൊക്കെ കണ്ടോ? ഹക്കീമിന്റെ പടം നല്ല പടമായിരുന്നു. മറ്റേ പെണ്ണ് നല്ല പടമായിരുന്നു. എന്തിനാ ഒരുപാട് കുറ്റം പറയണ്ട. യൂഷ്വൽ സസ്പെക്ട്സ് മോഡലില് എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സിനിമ എടുക്കണതിന്റെ എഫേർട്ടിന്റെ ഒക്കെ മാനിക്കുന്നു. ഞാൻ ഒരു കാലത്തും സിനിമ എഴുതുമെന്ന് എനിക്ക് തോന്നുന്നുള്ള കാരണം എഴുതി പിടിപ്പിക്കാൻ അത്ര പാടാണ്. പക്ഷെ ഇത് കുറ്റം പറയണ നമ്മൾ എത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി പിടിപ്പിച്ചാലും അതിന്റെ എല്ലാം കൂടെ ചേരണം എന്നുള്ളൊരു സാധനം. പാട്ട് എല്ലാം വന്ന് അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് അത്ര ഇഷ്ടപ്പെട്ടല്ല? ഞാൻ മൊത്തം കണ്ടില്ല, അതുകൊണ്ടാണ്. ഇനി പിന്നെ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് കഴിഞ്ഞ ഇനി വേറൊരു തലത്തിലോട്ടൊക്കെ മനസ്സിലാവും. അവിടം വരെ ഞാൻ എനിക്ക് തുടങ്ങി ക്ലീൻ റൈറ്റിംഗ് ഒരു സാധനം തോന്നി. നീ യൂഷ്വൽ സസ്പെക്ട് കണ്ടല്ലേ? കണ്ടില്ല. സെയിം സാധനം. അല്ലാതെ നമ്മൾ അങ്ങനെ സിമ്പിൾ. ഞാൻ പറഞ്ഞ മോഹിനിയാട്ടം പോലൊരു പടത്തിന് എനിക്ക് അതേ ആ ഒരു പോയിന്റേ ഉള്ളൂ. അത് 50 കോടി സംതിങ് കളക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഓർത്തു മോഹിനിയാട്ടം കുറച്ചുകൂടെ ഡിസർവിംഗ് ആയിരുന്നു. അത് കിട്ടിയില്ല. അപ്പൊ വാഴ 200 കോടിയൊക്കെ ഇടിക്കുന്നു എന്നുള്ള സാധനത്തിൽ അവിടെ ബ്രാൻഡും സാധനമൊക്കെ ഇരിക്കണേ. അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയിലും വിജയിപ്പിക്കുന്നത് യൂത്താണ്. സ്കൂളിലെ പിള്ളേരൊക്കെ കറക്റ്റ് ആയിട്ട് കോളേജും ഇതുമാണ് പടത്തിന് വിജയിപ്പിക്കുന്നത്. നമ്മളെത്ര കുട്ടികളാണ് ഫാമിലിയെ കൊണ്ടുവരുന്നത്. അപ്പൊ ആള് കൂടുതൽ
അപ്പൊ അതാണ് മാർക്കറ്റ് എന്ന് പറയുന്ന സാധനം അതാണ്. അടുത്ത ഇനി തേർഡ് സ്ത്രീകളുടെ പെൺകുട്ടികളുടെ കഥകളാണ് അല്ലേ കുറ്റം പറഞ്ഞു എങ്ങാനും ഇത് ബിബിൻ ദാസ് വല്ലതും കണ്ടാലും ഞാൻ വാഴ വൺ കണ്ട് വിഷമിക്കരുത് കേട്ടോ, ചുമ്മാ. കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ട്. അതായത് എനിക്ക് അതിന്റെ ഫൺ പാർട്ട് നന്നായിട്ട് കണക്ട് ആയി. സെക്കൻഡ് അത് ആ കറക്റ്റ് പരിപാടി, അതായത് ആ നല്ല കറക്റ്റായിട്ട് ഫൺ കൊണ്ടുവന്നു, എന്റെ ആയപ്പോ ആ കറക്റ്റ് ഇമോഷൻ ഇട്ടു. പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതാണല്ലോ നമ്മളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. അത് വാഴ 2 ഉണ്ടായിരുന്നു പറയണേ. അത് വാഴ 1 ഉണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട്. വളരുണ്ടത്. ചിലപ്പോ അതൊക്കെ വെച്ച് ഞാൻ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. എനിക്ക് വാഴ 2 എനിക്ക് ആ ഇമോഷൻ കണക്ട് ആയില്ല, മനസ്സിലാവുള്ള. പക്ഷെ എനിക്ക് കുറെ രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോ ഈ ഹൈപ്പിന്റെ ഒക്കെ ആയിരിക്കും, നമ്മൾ പറയണ പോലെ ആൾക്കാർ വെറുതെ ഓവറായിട്ട് പ്രതീക്ഷിച്ച്. അതില് അതുപോലെ തന്നെ ഈ അതിരടിയില് ഹാഷിറിനെ കൊണ്ട് പ്ലേസ് ചെയ്ത് ഭയങ്കര കിടിലനായിട്ടാ. കിടിലൻ പുള്ളിയെ സ്ക്രീനിൽ കാണുമ്പോ തന്നെ നമുക്ക് ഒരു സന്തോഷം വരും അല്ലേ. അത് ഭയങ്കര രസമുള്ള, അതൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ബേസിലിന്റെ മോശം പടാണ് അതിരടി. ആണോ? ആക്ടിംഗ് വൈസ് ആക്ടിംഗ് വൈസ് അല്ല, ക്യാരക്ടർ വൈസ് ഒന്നും എനിക്കറിയില്ല. എനിക്ക് അതിരടിയില് അത്ര നന്നായി തോന്നിയില്ല. എനിക്ക് അതില് അതിരടിയില് അല്ല, അതിരടിയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോവിനോന്റെ ക്യാരക്ടർ ഭയങ്കര രസമാണ്. അതില് നല്ല അടിപൊളി. അതിരടി OTT വന്നോ? ഇല്ല അറിയില്ല. തിയേറ്ററിൽ നിൽക്കുന്നുണ്ട് എപ്പോഴും. മോഹിനിയാട്ടം ആ ഇറങ്ങിയ സമയത്ത് വേറൊരു നല്ല പടമാണ് വന്നിട്ടുണ്ട്. മോഹിനിയാട്ടത്തിന്റെ സമയത്ത് ഏതായിരുന്നു? ഞാൻ ആ സമയത്ത് എല്ലാ സിനിമയും കണ്ടു ഏകദേശം തിയേറ്ററിൽ പോയിട്ട്. എന്തായിരുന്നു ജോൺ ആ സമയത്ത് വേറെ പരിപാടി? ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പടം കാണാൻ. അപ്പൊ അങ്ങനെ ജോൺ ജോ വെറുതെ വീട്ടിലിരുന്നപ്പോഴാണ് ഞങ്ങൾ തീരുമാനിച്ചത് ജോൺ ജോയുടെ സ്നേക്ക് ആൻഡ് ലാഡർ ഒരു ടൂറായിട്ട് അങ്ങോട്ട് ചെയ്യാന്നുള്ളത്. കാരണം ജോൺ ജോ 2-3 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. അതല്ലേ നമ്മള് നേരെ നാളുകൂടി ഒരു എപ്പിസോഡും ചെയ്ത് ബാക്കിയുള്ളവരെല്ലാം കുറ്റം പറഞ്ഞിട്ട് നമ്മള് നമ്മുടെ ഷോ ആൾക്കാർ വന്ന് ടിക്കറ്റ് എടുത്ത് കണ്ടിട്ട് കുറ്റം പറയട്ടെ. മനീഷ് തേരണ്ണ, മഹേഷ് തേരണ്ണ ഒക്കെ വരും. നിന്റെ പരിപാടിയുടെ ടിക്കറ്റ് റേറ്റ് എത്ര? 120 രൂപയ്ക്കാണ് വിൽക്കണതൊക്കെ അല്ലേ സിനിമ ടിക്കറ്റ്. അത് വോളിയം ഗെയിം ആണല്ലോ, അത് വോളിയം ഗെയിം ആണല്ലോ. നമ്മൾ ക്വാളിറ്റി എന്തായാലും സ്നേക്ക് ആൻഡ് ലാഡർ പറഞ്ഞ ശ്രദ്ധിക്കാൻ കലണ്ടർ പറയൂ. അതല്ല, എന്റെ ഇതുവരെയുള്ള ഷോയിൽ വന്ന് എല്ലാരെയും കൂടി എടുത്താലും ഒരു ഹൗസ് ഫുള്ള് തിയേറ്ററിൽ അടിക്കാൻ പറ്റൂല. അത് വിപിനേട്ടൻ അറിയണം. അങ്ങനെ നിന്നോണ്ടാണ് പുള്ളി വണ്ടർവാളായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അറിയാതെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ജോൺ ജോയുടെ ടൂറിന്റെ കാര്യം പറഞ്ഞത് ജോൺ ജോ പറഞ്ഞോളൂ. വാഴ നല്ല പടാണ്. വാഴ 2 അല്ല, വാഴ 3 സ്ത്രീകളെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള പടാണെങ്കിൽ അതിൽ പുരുഷന്മാർക്ക് അവസരം ഉണ്ടാവുമായിരിക്കും. അപ്പൊ എനിക്ക് അവസരം തരണം. ജോണിന്റെ ആ സമയത്തൊക്കെ മുടി സ്ട്രെയിറ്റ് ചെയ്യല്ലോ, നീളം വരും. പുറകീന്ന് കാണിച്ചാൽ മതി. അത് മിക്കപ്പെടത്തിലും ഫ്രണ്ടിൽ നോക്കിയാണ്, മിക്കപ്പെടത്തിലും ജോണിന്റെ സജഷൻ അല്ലേ ഉള്ളു. എന്റെ സജഷൻ വെച്ചിട്ടാണ് ഈ പടങ്ങളെല്ലാം. എന്റെ വാഴ 2 കുറിച്ചുള്ള എന്റെ ഒരു സജഷൻ ആണല്ലോ ഞാൻ പറഞ്ഞത്. പറയൂ. ജൂൺ 14 കൊച്ചിയിൽ നിന്നും തുടങ്ങുന്ന ഈ ഷോ മെയ് 11 അല്ല, ജൂൺ 20 അങ്ങ് കോഴിക്കോട് ഡിസൈൻ ആശ്രം. ജൂൺ 21 തിരുവനന്തപുരം റീഡിംഗ് റൂം. ജൂൺ 27 ചെന്നൈ ആൻഡ് ജൂലൈ 4-5 തീയതികളിൽ ബാംഗ്ലൂർ. അതിനുശേഷം 4-5 അടുപ്പിച്ചാണ് കൊടിയിറക്കം ജൂലൈ 11. ജൂലൈ 11 അല്ലാന്നുണ്ട്, ഇപ്പൊ മാറ്റി പറയാം ഒരു സെക്കൻഡ്. ജൂലൈ 11 കൊച്ചി. ജൂലൈ 11 കൊച്ചിയിൽ വെച്ച് കൊടിയിറക്കം അല്ലേ? അതായത് ഇതൊരു പൂരമാണ്, ചിരിയുടെ പൂരം അല്ലേ? ഭയങ്കര പൂരാണ്. പിന്നെ ഇതുപോലെ ഇത്രയൊക്കെ തള്ളി കയറ്റി വെക്കാൻ പറ്റുള്ളൂ. ടിക്കറ്റ് എടുക്കുക, വരിക, ജോണിന് ഇഷ്ടമുള്ള ആൾക്കാരെ വരിക, കാണുക. അതിലുപരി എന്നിട്ട് അതിലുപരി എന്നാ അതിന്റെ അപ്പുറത്ത് ഞങ്ങൾ അവതരിപ്പിക്കുന്നു മഹാദേവൻ ലൈവ്, ഒരു മലയാളം ക്രൗഡ് വർക്ക് ഷോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇല്ല, സ്പോൺസേഴ്സ് ഇല്ല, ആരെങ്കിലും അത് ശരിയല്ലോ. നമ്മൾക്ക് നിങ്ങൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ വന്നോളൂ. അതിപ്പോ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്പോൺസർ ചെയ്താലും നമുക്ക് ബുക്ക് മൈ ഷോയിൽ നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഇത് എന്റെ മഹാദേവൻ ലൈവ് കോഴിക്കോട് ജൂൺ 13. ഞാൻ വൈകി കൊച്ചി
കൊച്ചി സിറ്റിയിൽ 6-ാം തീയതി, അതായത് ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് 7-ാം തീയതിയാണ്. തീയതിയാണ്. ഇന്നലെ അപ്പൊ show ഇന്നലത്തെ ഷോ സോൾഡ് ഔട്ട് ആയിരുന്നു, കഴിഞ്ഞു, ഗംഭീരായിരുന്നു. ഇന്ന് സോൾഡ് ഔട്ട് ആണ്, ഗംഭീരം ആവുമെന്ന് വിചാരിക്കുന്നു. കോഴിക്കോട് ഡിസൈൻ ആശ്രമം, ആവുന്നില്ലേ? പിന്നെ കോഴിക്കോട് 13 ജൂൺ. കുറെ പേര് വന്നിട്ട് ചോദിക്കാറുണ്ട്, നമ്മൾ DM വരാറുണ്ട്, ചോദിക്കാറുണ്ട് കോഴിക്കോട് ഇടാറില്ലേ, കോഴിക്കോട് ഇടാറില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ജോൺ ജോയെ ആദ്യം തന്നത്. ജോൺ ജോയ്ക്ക് ഒരു അപ്പറ്റൈസർ ആയിട്ട് അല്ലേ. അതെ, പക്ഷെ നമ്മുടെ ഡേറ്റ് അതിന് മുന്നേ അല്ലേ? അതിന് മുന്നെയാണ്, അത് ആദ്യം നമ്മൾ ഗംഭീരം കൊടുക്കണമല്ലോ. 13 ജൂൺ കോഴിക്കോട് ഡിസൈൻ ആശ്രമം വെച്ച് കാപ്പാട് കാലൂത്താന്ന് വെച്ചിരിക്കുകയാണ്. അവിടെ വരുമ്പോ എന്റെ കാൽപ്പാട് അവിടെ അല്ലേ? ആ ചുവപ്പും സാധനം കിട്ടല്ലേ, തുഴച്ചിൽക്കാരനാണ്, കുഴപ്പമില്ല. കാപ്പാട് കാലൂത്താന്ന് വെച്ചാൽ സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് ഇത് തീർക്കട്ടെ. 20-ാം തീയതി ഇങ്ങനെയുള്ള തമാശകൾ എന്റെ ഷോയിലില്ല. ഇത് ഞാൻ വിക്ടോക്സിന് വേണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന എന്റെ ലോ ക്വാളിറ്റി തമാശകൾ. ശേഷം അത് കട്ട് 13 കോഴിക്കോടിന് ശേഷം, ഇല്ല ഇരിക്കട്ടെ, 13 കോഴിക്കോടിന് ശേഷം ഇത് പ്ലഗ് ചെയ്തതിനൂടെ തന്നെ ഞാൻ വൃത്തിയായിട്ട തമാശ പറഞ്ഞ ഇപ്പൊ തന്നെ ഇത് പോയില്ലെങ്കിൽ ഇവ നശിച്ചോളൂന്നൊക്കെ. ഇല്ല, ഫണ്ടാണ്, കുഴപ്പമില്ല. കൊച്ചിയിൽ 20 ജൂണിന് വീണ്ടും ഒരു ഷോ. കൊച്ചി സത്യം പറഞ്ഞ സത്യം കൊച്ചി എനിക്കറിയത്തില്ല കൊച്ചി എങ്ങനെയാണ്. എസ്പെഷ്യലി അല്ല മാധവന്റെ നിന്റെ റീലുകളോടുണ്ട് കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ. എന്നോട് ഇങ്ങനെ ആൾക്കാർ ചെന്നൈ ചോദിക്കാൻ, നമ്മൾ ഒരു ഷോ ചെന്നൈയിൽ ഇട്ടിരുന്നു, എന്റെ ഇതുവരെ ചെയ്തതിൽ ആകെ നഷ്ടമുള്ള ഒരു ഷോ ചെന്നൈയാണ്. ചെന്നൈയിലോട്ട് ആൾക്കാർ വരുന്നില്ല. ഞാൻ ഇവിടെ ചെന്നൈ ചെയ്യും മെസ്സേജ് ചെന്നൈ. അതാണ് നമ്മൾ കൂടുതൽ ഷോസ് ഇപ്പൊ അനീസിക്ക് ചെയ്യുന്നുണ്ട്, ഇവന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടുതൽ ഷോസ് ചെയ്യുമ്പോൾ ആ മലയാളി കമ്മ്യൂണിറ്റിയിൽ പയ്യെ ഇങ്ങനെ എത്തി തുടങ്ങും. ഓക്കെ, ഇങ്ങനെ പരിപാടി ഉണ്ട്, ഇങ്ങനെ ഒരു ടീമുണ്ട്, അവരുടെ ഷോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചെന്നൈ നമ്മൾ ഉപേക്ഷിച്ചു. ഇല്ല, വരും കൂടുതൽ. അനീസും ലത്തീഫോട് ചെന്നൈ പൊക്കിയെടുത്താൽ നമ്മൾ എന്തെങ്കിലും ചെന്നൈ വരും. അപ്പൊ 20 ജൂൺ കൊച്ചിയിൽ. അപ്പൊ കൊച്ചിയിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കണം, കുറച്ച് നേരത്തെ എടുക്കണം. പിന്നെ നമുക്ക് വീണ്ടും റിക്വസ്റ്റ് വരാറുണ്ട്, നമ്മൾ ഈ വെന്യൂന്റെ കപ്പാസിറ്റിയുടെ മേളിൽ, ഇത് ഒരു ഇടത്തരം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വെന്യൂ ആണ്. അപ്പോൾ ഇവിടെ കൂടുതൽ സീറ്റ്സ് ഇടുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലാസ്റ്റ് മൊമെന്റ് കുറെ റിക്വസ്റ്റ് വരാറുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ കൊച്ചി ടിക്കറ്റ്സ് എടുക്കുക. ട്രിവാൻഡ്രം ദ ആറ്റോമിക് എന്ന് പറഞ്ഞൊരു കോ വർക്കിംഗ് സ്പേസിൽ വെച്ച് 27-ാം തീയതി, 27 ജൂൺ. എന്നിട്ട് കൊച്ചിയിൽ 4-ാം തീയതി 4th ഓഫ് ജൂലൈ, താങ്ക്സ് ഗിവിംഗ് അല്ലേ, താങ്ക്സ് ഗിവിംഗ് ദിവസമാണ്. സോ വരിക, ഞങ്ങളെ സഹായിക്കുക. ആൻഡ് ബാംഗ്ലൂർ 19th ജൂലൈ, ദ ബിഗ് പിക്ചർ, ഇന്ദിരാനഗർ. ബാംഗ്ലൂരും ട്രിവാൻഡ്രവും ഭയങ്കര വലിയ ഷോസ് ആണ് അല്ലേ? അത്യാവശ്യം വലിയ സീറ്റിംഗ് കപ്പാസിറ്റി. 100 സീറ്റർ. നമ്മള് വലിയ സീറ്റ് 100 എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു പുച്ഛം തോന്നില്ല. 100 പേര് ഷോയ്ക്ക് വരാന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് വരാന്ന് വലിയ കാര്യം. തീർച്ചയായും ഞാൻ ചെയ്തിട്ടുണ്ട് 200 സീറ്റർ 38 ആളെ വെച്ച്. അത് സ്നേക്ക് ആൻഡ് ലാഡർ ആയിരുന്നു അന്ന്. മഴ അതാണ്. ഇപ്പൊ ഈ ടിക്കറ്റ് എടുത്ത് ആൾക്കാർ ടിക്കറ്റ് എടുത്താലും മഴ കാരണം ഇപ്പൊ കൊച്ചിയിൽ നമുക്ക് അങ്ങനെ ഷോയൊക്കെ തുടങ്ങാം. സോൾഡ് ഔട്ട് ഷോയ്ക്ക് വന്നത് 8-10 പേരാണെന്ന്. എന്റെ പൊന്നു, അത് ആ മഴ കാരണം നമ്മൾ ഷോ അരമണിക്കൂർ ഹോൾഡ് ചെയ്തു, എന്നിട്ട് പിന്നെ ഒരാളാ വന്ന അരമണിക്കൂറിൽ. പക്ഷെ പുള്ളി ആലപ്പുഴയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വരിക. മാക്സിമം ഷോയ്ക്ക് എനിക്കറിയത്തില്ല നേരത്തെ എത്രത്തോളം ഡിസിപ്ലിൻ ഉണ്ടായിരുന്നുള്ള. പക്ഷെ നമ്മൾ കൃത്യം ഷോ 7:30 എന്ന് പറഞ്ഞാൽ 7:30 ഷോ സ്റ്റാർട്ട് ചെയ്യും. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇവിടെ ഉണ്ട്. അതായത് നമ്മൾ ഷോ തുടങ്ങി ഡിലേ വരുന്നത് നമ്മളത് ചെയ്യാനുള്ള കാരണം നമുക്കും ആൾക്കാർ വരുമ്പോ തുടക്കം തൊട്ട് അവർ കേൾക്കണം എന്നുള്ള ആഗ്രഹം. പക്ഷെ നമ്മളത് ഇപ്പൊ അത് കൃത്യസമയം തുടങ്ങുന്നതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ 7:30 ഷോയ്ക്ക് 7 മണി തൊട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾക്ക് അത്ര നേരം ഇരുന്ന് പഠിപ്പിക്കാൻ പറ്റൂല. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ഷോ കൃത്യസമയത്ത് തുടങ്ങും. ഇത് അഹങ്കാരമൊന്നുമല്ല, കൃത്യസമയത്ത് തുടങ്ങുന്ന അഹങ്കാരം. പണ്ട് നമ്മള് പണ്ട് നമ്മൾ 7:30 എന്ന് പറഞ്ഞാല് ചിലപ്പോൾ 7:45 ആവുകയായിരുന്നു ആൾക്കാർ വരാൻ. പക്ഷെ ഇപ്പം അത്യാവശ്യം അപ്പോഴേ ഫില്ല് ആവാറുണ്ട്, നമ്മൾ ഷോ തുടങ്ങാറുണ്ട്. അപ്പൊ ഒന്നാമത്തെ ചിലർ ഇന്ന് ഇൻട്രോ ഒന്നും കേൾക്കാതാണ് പിന്നെ വന്നിരുന്ന് ഷോ കാണുന്നത്. അതാണ് മെയിൻ പ്രശ്നം. വരുന്നവർ മാക്സിമം കൃത്യസമയത്ത് എത്താൻ. ശരിക്കും സിനിമയ്ക്ക് നമ്മൾ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയാലും നമുക്ക് കൂട്ടുകാരൻ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുക എന്ത് നടന്നു ചോദിക്കാം. പക്ഷെ എസ്പെഷ്യലി ഒരു ക്രൗഡ് വർക്ക് ഷോയ്ക്ക് ആവുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ തുടക്കം ഒരു ചെറിയ ഇൻട്രോ പറയും, ഇങ്ങനെയൊക്കെയാണ് അത് കൊണ്ടുപോകുന്നത്. പിന്നെ ഇരിക്കുന്ന ആൾക്കാരെ മനസ്സിലാകത്തൊന്നുമില്ല, പകുതി സാധനം നിങ്ങൾക്ക് മനസ്സിലാവൂല. അത് സ്റ്റാൻഡപ്പ് ഷോയ്ക്ക് എസ്പെഷ്യലി അത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ജോണിന്റെ ഷോയ്ക്ക് ആയാലും ഇയാളുടെ ഷോയ്ക്ക് ആയാലും അതിലൊക്കെ കോൾ ബാക്സ് വരും. ചിലപ്പോൾ നിങ്ങൾ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി ചിലപ്പോൾ ആദ്യം പറഞ്ഞതിന്റെ ഒരു വേറൊരു കാര്യം, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അടുത്ത് വരുന്നത്. അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടാണ് കണക്ട് ആവാൻ. അപ്പൊ നേരത്തെ വരിക, സമയത്ത് വരിക. നേരത്തെ വന്നാൽ ഇവിടെ ചായ കുടിച്ചിരിക്കാം അല്ലേ? ചായ നമ്മൾ കൊടുക്കണ്ടോ? ഇല്ല, അപ്പുറത്ത് കടകളുണ്ടല്ലോ. ഇത് ഞങ്ങള് കോളേജിൽ പഠിക്കുമ്പോ ആദ്യമായിട്ട് ജിമ്മിന് പോയപ്പോ മനു ഞാനും കൂട്ടിട്ട് ജിമ്മിന് പോകണം. ആശാനാണെങ്കിൽ
എനിക്ക് ഈ അവിടെ ടൈം സ്റ്റാമ്പ് ഇട്ട് കമന്റ് വരും കേട്ടോ, ഇതുപോലുള്ള കഥകളാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആശാനാണെങ്കിൽ ഫുൾ ഞങ്ങള് ആദ്യമായിട്ട് കോളേജിൽ പഠിക്കുമ്പോ ഭയങ്കര ആവേശമാണല്ലോ ജിമ്മിനൊക്കെ പോകാൻ നടന്നത്. ആ സമയത്ത് ഗജിനിയും ഇത് ഇറങ്ങിയേക്കാണ്. അപ്പൊ 6 പാക്കിന്റെ കാലം ഉദിച്ചു വരണുള്ളൂ. ഷാരൂഖ് ഖാൻ മറ്റേ ഇതിലും 6 പാക്ക് വന്നു. 6 പാക്ക് ട്രെൻഡ് വരണ സമയത്ത് അപ്പോഴാണ് നമ്മള് ജിമ്മിൽ പോണേ. ജിമ്മിന് നമ്മൾ ആ സമയത്ത് ഇപ്പൊ കോളേജ് കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ജിമ്മിൽ നമ്മൾ വെയിറ്റ് പൊക്കുന്നത് പകുതിയാണ് മസിലുണ്ട്, ബാക്കി മനക്കരുത്തോണ്ടാണ്. നമുക്ക് എന്താ അറിയില്ല, ഇത് ഇത്ര നാൾ പണിയെടുത്താലും മസിൽ വരാൻ പോണില്ല ഒന്നും അറിയാത്തറിയില്ല. നമ്മള് കട്ട വെയിറ്റ് ഒക്കെ എടുത്ത് പൊക്കും. അപ്പൊ ഈ ജിമ്മിന് പോകുമ്പോ ഇത്തിരി കോൺഫിഡൻസിന് നമുക്ക് നമ്മളെക്കാളും ഇത്തിരി കൂടി മെലിഞ്ഞവരൊക്കെ വേണം പാർട്ണറായിട്ട് കൊണ്ടുപോകാൻ. പക്ഷെ ഞാനും എന്റെ കൂട്ടുകാരന്, അവൻ ചിലപ്പോ എന്നെ അങ്ങനെ കണ്ടത്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ജിമ്മിന് പോയപ്പോ അവിടെ ചെന്നപ്പോ ആശാനെ കണ്ടപ്പോഴാണ് ഏറ്റവും സന്തോഷമായത്. ഞങ്ങളെക്കാളും വലിയൊരു ആശാൻ. പക്ഷെ ആളുടെ ആറ്റിറ്റ്യൂഡ് റോണി കോൾമാന്റെ, ആളുടെ ബൈസെപ്സിനേക്കാളും കനണ്ട ആളുടെ ഞരമ്പിന്. അപ്പൊ ആള് മിണ്ടില്ല. അതായത് ഡമ്പല് 10 സെറ്റ് അടിച്ചോ. നാവിന്റെ മസിലുകളിൽ അടക്കില്ലേ. ഈ സാധനമാണ് ആളപ്പോ ജിമ്മാണെങ്കിൽ അതിലും ഇതുണ്ട്, സെറ്റപ്പ് ഉണ്ട്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ആള് ടേപ്പ് ഒക്കെ എടുത്തു, മെഷറിംഗ് ടേപ്പ്. അപ്പൊ ഇതെടുത്ത് ഇങ്ങനെ വന്നു, ഇങ്ങനെ എടുത്ത് മനു പറഞ്ഞു ഫുൾ സ്ലീവ്. മനുവിന്റെ വിചാരം ജേഴ്സി ഉണ്ട്. ആള് നമുക്ക് ഏറ്റിരുത്തി വെയിറ്റ് ഒക്കെ എഴുതിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ആള് ജിമ്മ് കഴിഞ്ഞപ്പോ ആള് പറഞ്ഞു സ്വന്തം തമാശ അല്ല ഇത് ഞങ്ങള് കോളേജിൽ കുറെ ഓടിച്ചിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞ് ജിമ്മ് കഴിഞ്ഞപ്പോ ആള് പറഞ്ഞു ജ്യൂസും ഇതൊക്കെ കഴിച്ചോട്ടോ. മനു വെയിറ്റ് ചെയ്യാ, ജ്യൂസ് ഇപ്പൊ വരുന്നത്. പുറത്ത് പോയി ജ്യൂസ് ആള് ഡയറ്റ് ഒക്കെ പറഞ്ഞവരുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറൊരുത്തം വന്നു, ഈ തടിയുള്ള ഒരു തടി കുറയ്ക്കാൻ പറഞ്ഞവരുണ്ട്. അവൻ വന്നിട്ട് സാറിന് ആശാന്റെ ഏറ്റവും ഇഷ്ടമുള്ള ജിം സ്റ്റുഡന്റ് അവനാ. എന്താന്ന് വെച്ചാൽ കൃത്യം 1 തീയതി കാശ് കൊടുക്കും. എന്നിട്ട് ഫ്രണ്ടില് ഫസ്റ്റ് കയറി വരുന്ന ഡോറിന്റെ അവിടെയാണ് ആ ഇൻക്ലൈൻഡ് മറ്റേ ചെസ്റ്റ് അടിക്കുന്ന സാധനം. ഇതും ഇങ്ങനെ കിടന്നിട്ട് വെച്ച ചാനല് പറ്റില്ല, ആശാനും അവിടെ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി ഇരുന്ന് TV കാണലാണ് പരിപാടി. പക്ഷെ അവൻ നല്ലപോലെ കളിയാക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ അന്ന് മൈന തന്നെയായിരുന്നു, മൈനല്ല ജിനേഷ് കോളേജിന്റെ അടുത്ത് തന്നെ ഒരു ജിമ്മിൽ ചേർന്നു. അപ്പൊ ജിനേഷിന് ആവേശമുള്ളു. പക്ഷെ അന്ന് അവന് ക്ലാസ് കഴിഞ്ഞിട്ട് പോകാൻ സമയമില്ല. ഉച്ചക്കലത്തെ ഇന്റർവെല്ലിൽ അവൻ ജിമ്മിന് കൂടാ, ലഞ്ച് ബ്രേക്കിന് ജിമ്മിന് പോകും. അപ്പൊ പിന്നെ ഞങ്ങളിങ്ങനെ ജീവനെ ഇവനെ കളിയാക്കി തുടങ്ങി. എടാ ജിനേഷിന്റെ ഫ്ലക്സ് വെക്കാൻ പോവാ എവിടെ ജിമ്മില്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ പേടിക്കുന്നത് ഇങ്ങോട്ട് ഇന്റർവെല്ലൊക്കെ ജിമ്മിൽ പോകുന്നത്? അത് ഭയങ്കര കമ്മിറ്റ്മെന്റാ. എന്നിട്ട് ജിനേഷിന് ബസ്സിൽ വന്നോ? ജിനേഷിന് ഏറ്റവും വലിയ കാര്യം അറിയാം, ജിനേഷ് ഇങ്ങനെ ഇരിക്കണേ. പക്ഷെ അതാ പറഞ്ഞേ പുള്ളിയുടെ ഫ്ലെക്സ് വെക്കുന്ന എന്തിനാ, നിങ്ങൾ ഇങ്ങനെയാണ് ഇരിക്കണേ, പരിഹാരം ഉണ്ട് ജിമ്മി വന്നല്ലാതെ മസിലുള്ള ഫോട്ടോ അല്ല. അപ്പൊ ജിനേഷ് പറയുന്നത് ജിനേഷ് 10ാം ക്ലാസ്സിൽ കുറെ മസിലുണ്ടായിരുന്നു, സൽമാൻ ഖാനായിരുന്നു, പിന്നെ മെലിഞ്ഞതാണെന്നാണ് പറയുന്നത്. പാവം ജിനേഷിന്റെ കല്യാണം ഇപ്പോഴത്തെ കഴിഞ്ഞ അവന് ഭാര്യ വിഷമല്ല ഈ മെലിഞ്ഞിരിക്കുമ്പോ ആൾക്കാർ തടിക്കാൻ വേണ്ടിട്ട് പുഷ് ചെയ്തോണ്ടിരിക്കും, എന്താ തടിച്ചിരിക്കുമ്പോ ബോഡി ഷേപ്പ് ചെയ്തോണ്ടിരിക്കും. സൊസൈറ്റി മൈരാണ്. ഇതിന്റെ ഇടയിലുള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടൂല. ഞാൻ ആ ജിമ്മിന് പോണ സമയത്തുണ്ടല്ലോ എന്ത് തിന്നാലും തടി വയ്ക്കില്ല അല്ലേ. പക്ഷെ അന്ന് തീരെ ഫാറ്റ് ഉണ്ടാവില്ല ഇതില്ലേ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ തിന്നു കഴിഞ്ഞാൽ നെയ്യ് ഇങ്ങനെ കേറും, അത് മുഖത്ത് കേറും, വയർമ കേറും, ആവശ്യമില്ലാത്തടത്തൊക്കെ തടി. അപ്പൊ നമ്മളിത് എവിടെ ഈ ജിമ്മിലേക്ക് കയറി വന്നത്? ജിമ്മിലേക്ക് കയറിയത് എവിടുന്നായിരുന്നു ആ പറഞ്ഞ പോലെ? അറിയില്ല, അനീസിക്കയുടെ ഷോ കൂടെ പറയാം. ആ പോസ്റ്റർ എടുക്കും. അപ്പോൾ അനീസിക്ക ഇപ്പൊ ഓടിച്ചോണ്ടിട്ട് കൊണപ്പള്ളി എന്ന് പറഞ്ഞ പുള്ളിയുടെ ഇവിടെ 3 ഷോ ഉള്ളൊരു മനുഷ്യൻ. ഓ മൈ ഗോഡ്, മമിതണ്ണ കൊണാപ്പോളി ക്രൗഡ് റോക്ക് ഷോ, പിന്നെ A4 അനീസ് ഒരു സ്പെഷ്യൽ അഡൽട്ട് ഷോ, പിന്നെ 3-1 എന്ന് പറഞ്ഞ പുള്ളിയുടെ പുതിയൊരു സ്റ്റാൻഡ് സ്പെഷ്യലും കൂടെ വരുന്നുണ്ട്. 3-1 പോസ്റ്റർ ഞാൻ റിലീസ് ചെയ്തിട്ടില്ല. അതാ ഇനി അനീസിക്കയുടെ നടക്കാൻ പോകുന്നത് ജൂൺ 13 തിരുവനന്തപുരം റീഡിംഗ് റൂമിൽ വെച്ചാണ് അനീസിക്കയുടെ അടുത്ത ഷോ. കൊണാപ്പള്ളിയുടെ ഷോ വരുന്നത് ക്രൗഡ് വർക്ക് ഷോയാണ്. പിന്നെ പുതിയ മെറ്റീരിയൽ പുള്ളി എഴുതിയിരിക്കുന്ന ജീവിതഗന്ധിയായ ഒരു കഥയാണെന്നാണ് പുള്ളി പറയണത്. 3-1 സിക്കയുടെ വീട്ടിൽ 3 പേരാ. ആ സസ്പെൻസ് പുറത്തോടുണ്ട, സിക്കാക്ക് വിഷമം ചിലപ്പോ. എന്റെ ആകെ അതേ ഉള്ളൂ പറഞ്ഞു.
അത് പുള്ളി പോസ്റ്റർ Okay. അപ്പൊ 3-1 എന്ന് പറഞ്ഞ ഷോ സ്റ്റാൻഡപ്പ് സ്പെഷ്യൽ ആണ്. അത് 27 കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, 27 ജൂൺ. ആൻഡ് പിന്നെ 18 ജൂലൈ റീഡിംഗ് റൂം ട്രിവാൻഡ്രം, 11 ജൂലൈ മിനിസ്ട്രി ഓഫ് കോമഡി കോരമംഗല, 4 ജൂലൈ പഞ്ച് ചെന്നൈ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ റണ്ണിങ് ഷോസിന്റെ ഡീറ്റെയിൽസ്. അല്ല, ദീപകിന്റെ ഷോസ് ദീപക് ബാംഗ്ലൂരിലാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ഷോസ് ഇമ്മീഡിയറ്റ്ലി ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. പൊന്മാൻ ഓടിക്കഴിഞ്ഞ പൊന്മാൻ കുറെ എഡിഷൻസ് അതിന്റെ വീഡിയോ വന്നില്ലേ? ഓ അത് ഇറക്കിയില്ല, റിലീസ് ചെയ്തു. അതൊന്നൊക്കെയാണ് കുറച്ച് വീഡിയോസ് റിലീസ് ചെയ്തത്. ശരി ശരി, അതിറങ്ങി. അപ്പൊ ഇനി ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സ്റ്റാൻഡപ്പ് വീഡിയോസ് ഇപ്പൊ റീസെന്റ് ഇറക്കിയത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലല്ലോ ഇവനല്ലേ, അല്ല ഇവന്റെ ക്രൗഡ് വർക്ക്, അംഗീകരിക്കില്ല റിൻഷു. ക്രൗഡ് വർക്ക്. അത് റിൻഷു അംഗീകരിക്കില്ല. അത് ക്രൗഡ് വർക്ക്, അത് ക്രൗഡ് വർക്ക്. ഞാൻ പറഞ്ഞ സ്റ്റാൻഡപ്പ്, ഇത് ക്രൗഡ് വർക്ക്. സ്റ്റാൻഡപ്പ് ക്രൗഡ് വർക്ക് അത് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്. ക്രൗഡ് വർക്ക്, ഇത് സ്റ്റാൻഡപ്പ്, ആ ഒരു വ്യത്യാസമുണ്ട്. രണ്ടും രണ്ട് രീതിയാണ്, രണ്ടും രണ്ട് ഫണ്ണാണ്, രണ്ടും രണ്ട് ടൈപ്പാണ്, രണ്ടും രണ്ട് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന സാധനമാണ്. ഞാനും എപ്പോഴും വരുമ്പോൾ ആൾക്കാരോട് ഇത് മാറിയാണോ വന്നതെന്ന് ചോദിക്കാൻ. പക്ഷെ ഇപ്പൊ കുറെ കൂടെ ആൾക്കാർ ക്രൗഡ് വർക്ക് എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട്. അല്ല, ക്രൗഡ് നിന്റെ വീഡിയോസ് കണ്ട് അത്യാവശ്യം ഫെമിലിയർ ആയി തുടങ്ങിയിട്ടുണ്ട്, നിന്റെ നന്നായി. പക്ഷെ പ്രശ്നം എല്ലാ ഷോയും അത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ജോന്റെ ഷോയ്ക്ക് വന്നാലും ക്രൗഡ് വർക്ക് എന്റെ ഞാൻ അതിനുശേഷം ഷോ ആയിട്ട് ഇട്ടിട്ട് ചെയ്തിട്ടില്ല. അതെ അതെ. അല്ല, ഞാൻ ബേസിക് ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഷോ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. അതായത് ആൾക്കാർക്ക് ശരിക്കും സ്റ്റാൻഡപ്പ് കോമഡി, അതായത് നിങ്ങൾക്ക് വന്നിരുന്ന നിങ്ങളെ ഇതിനകത്ത് നിങ്ങൾക്കൊരു ഇൻവോൾവ്മെന്റ് വേണ്ട, നമ്മളെ വലിച്ചിഴക്കരുത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും സ്റ്റാൻഡപ്പ് കോമഡി ചോദിക്കുന്നത്. എൻ്റെ തൽക്കാലം ആ സെറ്റ് ഇല്ല. ജോൺ സ്നേക്ക് അലോഡർ ശരിക്കും അടിപൊളി ഷോയാണ്, അത് കാണാം. അല്ല സിക്കയുടെ നിങ്ങൾക്ക് കുറച്ച് അഡൽട്ട് 80+ സാധനമൊക്കെ കേൾക്കണം, അങ്ങനെ രസമുള്ള പരിപാടിയാണെങ്കിൽ അത് സിക്കയുടെ A4 ശരിക്കും അടിപൊളി ഒരു ഷോ ആണ്. ഇതിന് രണ്ടിനും വരാം. ക്രൗഡർക്ക് നമ്മൾ ശരിക്കും ഇൻട്രാക്ഷനിൽ പോണ പരിപാടിയാണ്. ചിലപ്പോൾ ഈ എന്നെ ഇതിനകത്ത് ഇടപെടുത്തരുതേ എന്നുള്ള ആൾക്കാർ അതിനകത്ത് വന്നിരുന്നാൽ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. വരുന്നവർക്കും ഭയങ്കര പാടാവും, താല്പര്യമുള്ള ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അത് ഇൻട്രാക്ഷൻ താല്പര്യമുള്ള ആൾക്കാർ വന്നാൽ ശരിക്കും ഷോ ഭയങ്കര ഫണ്ണാണ്. അപ്പം അങ്ങനെയുള്ളവർ കൂടെ വരുമ്പോൾ അത് ശരിക്കും അത് അത്ര ഫണ്ണാണ്. അപ്പൊ അങ്ങനെയുള്ളവർ മാത്രം ഒരാൾ, അതായത് നമ്മൾ കൂടെ ഒരാളെ കൊണ്ടുവരുമല്ലോ. അപ്പൊ അതെ അതെ, താല്പര്യമുള്ളവരെ കൊണ്ടുവരും. അല്ല, ചിലര് കഴിഞ്ഞ ദിവസമൊക്കെ ചിലർ മെസ്സേജ് അയക്കും, ചിലർ ടിക്കറ്റ് എടുത്തിട്ട് അവർക്ക് വരാതാകുമ്പോൾ ഈ ടിക്കറ്റ് ആർക്കെങ്കിലും കൊടുക്കും. ഇതൊന്നും അറിയാത്ത ആരിലേക്ക് വരും. അപ്പൊ അത് ഈ ശരിക്കും താല്പര്യത്തോടെ വരുന്ന ആൾക്കാരുടെ കൂടെ മൂഡ് കളയുന്നത് കൊണ്ടാണ് ഇത് പറയണത്. അല്ലാതെ അതിൽ നിങ്ങൾ കൂടെ ഒരാളെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ആള് കുറച്ചൊരു വൈബൊക്കെ ഉള്ള ഒരാളാണ്. അങ്ങോട്ട് കളിയാക്കിയാലും കുഴപ്പമില്ല. ഇവിടെ ഒന്ന് നെഗറ്റീവ് ഫേസ് ഇട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വന്നിരിക്കുന്ന ആൾക്കാരുടെയും വൈബ് പോവും. അപ്പം അങ്ങനെയുള്ളവർ ദൈവത്തെ സ്നേഹിക്കാൻ പോവുക. അതായത് നിങ്ങൾ ഇരുന്ന് തമാശ കണ്ടാൽ മതി, എനിക്ക് ഇതിൽ ഇന്ററാക്ട് ചെയ്യേണ്ടവർക്ക് ശരിക്കും സ്റ്റാൻഡപ്പ് കോമഡിയാണ് അടിപൊളി ഓപ്ഷൻ. അതിന് ശരിക്കും ഇവരുടെ 2 ഷോയും നല്ല അടിപൊളി ഓപ്ഷൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അതല്ലെങ്കിൽ അതിന്റെ ടൈറ്റിൽ ഉണ്ടാകും, അല്ലെങ്കിൽ അതിന്റെ പോസ്റ്ററിലുണ്ടാകും ക്രൗഡ് വർക്ക് ഷോ ആണോ സ്റ്റാൻഡപ്പ് സ്പെഷ്യൽ ആണോ എന്നുള്ളത് മെൻഷൻഡ് ആയിരിക്കും. കാരണം അല്ലെങ്കിൽ വരുന്നവർ പിന്നെ ഡിസപ്പോയിന്റ് ആണ്. നമുക്കും വരുന്നവർ അൾട്ടിമേറ്റ്ലി നമ്മൾ ആഗ്രഹിക്കുന്നത് അവർ ഹാപ്പി ആയിട്ട് പോകണം എന്നുള്ളതാണ്. അപ്പം ചിലപ്പോൾ ഒരു 3 പേര് കാരണം ബാക്കിയിരിക്കണ ഇത്ര പേരുടെ ആൾക്കാരുടെ മൂഡ് പോവും. അല്ലാതെ മറ്റേ അഹങ്കാരം കൊണ്ട് എന്റെ മൂഡ് സത്യമായിട്ടും. അതെ അതെ, മൊത്തം റൂം ഡെഡ് ആവും. പക്ഷെ അങ്ങനെ ഡെഡ് ആവാറില്ല, ഇന്ന് വരെ ആയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മള്, കാരണം ഊഹിക്കാവുന്ന കാര്യമാണ്. അതായത് വരുന്നവരെ കൊണ്ട് അവിടുന്ന് എടുക്കുന്ന ഒരു പരിപാടിയാണത്. പക്ഷെ ഇന്ന് വരെ ഒരു ഷോയും ഒരു ലെവലിൽ താഴെ പോയിട്ടില്ല. നമ്മളത് പിടിക്കാറുണ്ട്, പക്ഷെ അത് നമ്മളത്ര സന്തോഷത്തിലായിരിക്കുമല്ലോ പിടിക്കുന്നത്. വല്ലാത്ത പാട് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിക്കണില്ല അങ്ങനെ ഒരു പാട് വരാൻ. കാരണം അത് എന്നോട് ചിലർ ഷോ കഴിയുമ്പോ എന്ന് പറയാറുണ്ട്, മറ്റൊരു ഭയങ്കര ബ്രോ അവര് മൂഡ് കളഞ്ഞു എന്നൊക്കെ. കാരണം അപ്പൊ അങ്ങനെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു മറ്റുള്ളവർക്ക് എങ്ങനെ ഒരു നിമിഷം ഒരു തവണ കൂടി വിപിനേട്ടനോട് മാഫി പറഞ്ഞുകൊണ്ട് എനിക്ക് വാഴാവണ്ണം അത്ര ഇഷ്ടപ്പെടുന്നു. നമ്മള് അതൊക്കെ പറയുന്നുണ്ട്, വലിയ ഇതൊന്നുമില്ല. നമ്മള് സാധാരണ ആൾക്കാരാണ്, നമുക്ക് സിനിമകൾ ഇഷ്ടപ്പെടാണ്ടിരിക്കാം. അത് ഇത്രയും ആ എഫർട്ട് എടുത്ത് അവിടെ എത്തിയവർക്ക് അവർക്കും അറിയാം, ഒരു ക്രിയേറ്റർക്കും അറിയാം. ഇതെല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന സാധനം നമുക്ക് അറിയാലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടാം. ഞാൻ വേറൊരു ഇതിനകത്ത് പറയും, ഇത് ഞാൻ മോഹിനിയാട്ടം 50 കോടിയെ കളക്ട് ചെയ്തുള്ളൂ. അവിടെ വാഴാറ്റു 200 കോടി കളക്ട് ചെയ്യുമ്പോൾ മോഹിനിയാട്ടത്തിന് വേണ്ടി ഞാൻ സംസാരിച്ചപ്പോഴും ഞാൻ വാഴാറ്റു തിയേറ്ററിൽ പോയി കണ്ടു, മോഹിനിയാട്ടം ഞാൻ ഒറ്റിച്ചില്ല കണ്ടത്.
അല്ല അതാ പറഞ്ഞത് അത് അതിലൊന്നും ഞാൻ അടക്കം തെറ്റ് ചെയ്തല്ലോ എന്നൊരു തെറ്റ് ചെയ്യലല്ലോ, അത് തെറ്റല്ല. ഞാൻ പറഞ്ഞ നല്ല ക്രാഫ്റ്റ് ഉള്ള നല്ല സിനിമകൾ കുറച്ചുകൂടെ അത് ഓടുമ്പോഴുള്ള- മാർക്കറ്റിംഗിന്റെ ആ സൈഡ് എന്ന് പറയുന്നത്. അല്ല അതെനിക്ക് ഭരതനാട്യം അതായത് അതിന് കളക്ഷൻ കുറവായിരുന്നു, പക്ഷെ OTT നന്നായിട്ട് ഓടിയോണ്ടാണ് ഇതിന് ഇത്രയെങ്കിലും ശരിക്കും പറഞ്ഞ കളക്ഷൻ വന്നത്. ആ ഒരു സാധനം കൂടെ ഉണ്ട്. അതുപോലെ ആട്3 ഞാൻ മറ്റേതിന്റെ കൂടെ പറയായിരുന്നു. ഞാൻ ആട്3 OTT കണ്ട ഞാൻ, പക്ഷെ ഈ പറഞ്ഞ ഹൈപ്പ് ഒന്നും ഇല്ലാതാണ് കണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്ര ഇഷ്ടം. ഞാൻ തിയേറ്ററിൽ കണ്ടു. എനിക്ക് അത് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തുടക്കത്തിൽ കുറച്ച് സീന് കണ്ടപ്പോൾ ഞാൻ അയ്യോ താഴെ പോകുന്ന വിചാരിച്ചു, പക്ഷെ പിന്നെ അവിടെ നിന്ന് അവരങ്ങോട്ട് എനിക്ക് പിന്നെ അവിടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഞാൻ പടത്തിൽ ഇന്നാവുന്നത്. പക്ഷെ ഇതില് ബാക്കി ക്യാരക്ടറുകൾക്ക് ഒന്ന് ഇത്ര 3 മണിക്കൂർ ഈ പടം ഉണ്ട്. ആട്3 3 മണിക്കൂർ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിട്ട് അവരെ മറ്റേ ടൈം ട്രാവൽ ആയാലും എല്ലാം നന്നായിട്ട് എക്സിക്യൂട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. nice ആയിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടായിരുന്നു. പുള്ളിയെ ഫ്ലെക്സ് ഒക്കെ പിടിച്ച് ക്ലൈമാക്സ് എന്തോ എനിക്കത് വർക്ക് ചിലപ്പോ നമ്മുടെ ഓരോ മൂഡിന്റെ ആയിരിക്കും. നമ്മള് കാണാതിരിക്കുന്ന ഒരു അന്ന് രസമായിട്ടിരുന്നാണ് പടം കണ്ടത്. പിന്നെ നമ്മള് പറയുന്ന റിവ്യൂ എന്ന് പറയുന്നത് പടം ഇറങ്ങി എല്ലാം എല്ലാം കഴിഞ്ഞാണ് പറഞ്ഞല്ല, നമ്മളൊരിക്കലും സിനിമയെ തകർക്കാനും എന്തൊക്കെ ഇറങ്ങിയാലും ഞാൻ കണ്ട കഴിഞ്ഞ 2-3 മാസങ്ങളില് കണ്ടതിൽ ഏറ്റവും എന്റർടൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വന്ത് ഗോക്കിന്റെ വീഡിയോ. തെളിവ് കാണിക്കടാ പട്ടികളെ. ഗൂഗിൾ നിന്റെ അച്ഛന്റെ അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഫാനായിരുന്നടാ. അയ്യോ ചിന്താമണിക്കോലൊക്കെ ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഒക്കെ തിയേറ്ററിൽ നിന്ന് കൈയടിച്ചിട്ടുള്ളതാ. അയ്യോ അത് ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. അത് ഞങ്ങൾ ഷോയുടെ അന്ന് രാവിലെ ഇരുന്നിട്ട് കാണുന്ന അത് നമ്മളെ ഓണാക്കി ഭയങ്കര രസമായിരുന്നു അത്. അയ്യോ അതെ. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു ഇതിലൊന്നും സംസാരിക്കും. നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വിഷയമില്ലായിരുന്നു സംസാരിക്കാൻ. നിങ്ങൾ എങ്ങനെയും പറ്റിച്ച് ഷോ പ്രൊമോട്ട് ചെയ്യുക നമ്മുടെ. അല്ല നമുക്ക് ആൾക്കാർ പറഞ്ഞ നമ്മള് വെറുതെ വന്നിരുന്ന എന്തെങ്കിലും സംസാരിക്കാൻ ഒരു എപ്പിസോഡ് ആക്കാന്നുള്ള ഇന്നത്തെ അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോറായിട്ടുള്ള ആൾക്കാരുണ്ട്. അതെ, നമ്മുടെ കൂട്ടത്തിൽ പക്ഷെ ചിലര് സബ്ജക്ട് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അടുത്ത പ്രാവശ്യത്തിന് നമുക്ക് സബ്ജക്ട് എടുക്കാം. ഈ പ്രാവശ്യം നമ്മൾ ജസ്റ്റ് അത് ആ ഒരു ഫ്ലോ സബ്ജക്ട് എടുക്കണം നിർബന്ധമൊന്നുമില്ല. അല്ല, എല്ലാ പ്രാവശ്യം നമ്മൾ എടുത്തിട്ട് എന്തെങ്കിലും പറയാറുണ്ട്, വേറെ എന്തെങ്കിലും ഒക്കെ. മറ്റേ സാധനത്തിന്റെ ഐഡിയ പറയണോ, എന്താണ് ചെയ്യാൻ വേണ്ട പറഞ്ഞത് നടക്കൂല. അത് ചെയ്ത് കഴിഞ്ഞൊരു ഫീൽ കിട്ടല്ലേ. അതെ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യണല്ലോ എന്നുള്ളൊരു പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഇടയിൽ സംസാരിച്ചിട്ട് അങ്ങനെ പോവാറുണ്ട്. ഈ പറഞ്ഞ പോലെ വേണ്ട ചെയ്യണേ ചെയ്യാം. അതായത് വീഡിയോയില് നീ ഓഡിയൻസിനോട് പറയാണ് ഇതാണ് ചെയ്യാൻ പോകുന്നത്, അത് വേറെ കമ്മിറ്റ്മെന്റ്. എനിക്ക് അങ്ങനെ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. അത് നിനക്ക് പേടിയാണ്, നീ ചെയ്യില്ല എന്നുള്ള പേടിയല്ല. ഞാൻ ആൾക്കാര് കുറ്റം പറയുന്നുള്ള പേടിയല്ലേ. ഞാൻ പറഞ്ഞിട്ടും ചെയ്യാണ്ടിരിക്കും. അങ്ങനെ നീ അത് ചെയ്തിരുന്നില്ല. ജോക്സിൽ വീഡിയോസ് ചെയ്യാറില്ലല്ലോ. ജോക്സിന്റെ മോണിറ്റൈസേഷൻ പോയി. അല്ല, ഇതിനിടയിൽ പറയണം, നമ്മൾ ഞാനും ജോൺ ജോഡി ഇതിനിടെ പോയി ചെയ്തൊരു സാധനമാണ് മനോരമ ബാഗ്സിന്റെ അതെ അതെ. സത്യം പറഞ്ഞാൽ നമ്മളിത് ശരിക്കും നമ്മളിത് തുടങ്ങിയത് സാധാരണ TV വരുന്ന ഫോർമാറ്റിലുള്ളതല്ലാതെ നമ്മൾ പുറത്തൊക്കെ ഉള്ള സ്റ്റാൻഡപ്പ് കോമഡി നമ്മൾ പോലും അങ്ങനെയൊന്നും അല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെയും ഒക്കെ ഭയങ്കര TVക്ക് വേണ്ടിയിട്ടുള്ള ശരിക്കും നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട് TV ചെയ്യുമ്പോൾ. അതായത് ഇന്ന സാധനങ്ങളെ പറ്റി സംസാരിക്കരുത്, പ്രോഡക്റ്റിന്റെ പേര് പറയാൻ പറ്റൂല, ബ്രാൻഡിന്റെ പേര് പറയാൻ പറ്റൂല, അല്ലെങ്കിൽ പല പല വിഷയങ്ങൾ സംസാരിക്കും, റിലീജിയൻ, ലൈക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള റെസ്ട്രിക്ഷനിൽ നിന്നുകൊണ്ടുള്ള കണ്ടന്റുകളാണ് നമ്മളും അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഇത് യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ വരുമ്പോൾ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ ഇവന്മാർ എന്ത് പഴയ സാധനമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ കാരണം നമ്മൾ TV കാണുന്ന 60 വയസ്സുള്ള അമ്മമാരടക്കം ആൾക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള തമാശകൾ ചെയ്യണമെന്ന് അവിടുന്ന് നിർദ്ദേശമുള്ളത് പ്രകാരം ചെയ്തുകൊണ്ടിരുന്ന കണ്ടന്റുകളാണ് അവിടെ വന്നുകൊണ്ടിരുന്നത്. ഞാൻ പള്ളിയച്ചനായാൻ പോയാൽ പക്ഷെ നമ്മൾ അതിനപ്പുറത്തോട്ട് നമ്മളും പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്ന പോയിന്റിൽ ഇവർക്ക് കുറച്ചുകൂടി നേരത്തെ ഞാനും മനസ്സിലാക്കി വന്ന പോയിന്റിൽ മറ്റേ ശരിക്കുള്ള ഒരു സ്റ്റാൻഡപ്പ് കോമഡി അല്ല അത് കേരളത്തിലെ വേറൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെ തുടങ്ങിയ പരിപാടിയാണ് ഹൂ ഹാസ് ഹ്യൂമർ, ഹൂ ഹാ ഹു. അത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് നന്നായി വന്ന കണ്ടസ്റ്റൻസ് നന്നായി. നമ്മുടെ റോളൊക്കെ എത്രത്തോളം നന്നായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക. അല്ല, നമ്മുടെ റോളിൽ കൂടുതലും ഗ്രൂമിംഗ് സൈഡിലുണ്ടായിരുന്നുള്ളൂ. നമ്മള് ഈ പറഞ്ഞ നമ്മൾ ഓഡീഷൻ നടത്തി അതിനകത്ത്
8 സെലക്ട് ചെയ്ത് അവർക്ക് ഗ്രൂമിങ് ഒക്കെ കൊടുത്ത് അവരുടെ കണ്ടന്റിലൊക്കെ വർക്ക് ചെയ്ത് തന്നെ എന്ന് വെച്ചാൽ നമ്മള് ഭയങ്കര ബേസിക് സാധനം അവരുടെ തന്നെയാണ്. കുറച്ചൊക്കെ ചെറിയ പക്ഷെ ഇവര് നമ്മള് പ്രതീക്ഷയിലും അടിപൊളിയായിട്ട് ഇവര് പെർഫോം ചെയ്തു. നമ്മളൊക്കെ ആദ്യം ചെയ്യുമ്പോൾ നമ്മളെ ടെൻഷനും പ്രശ്നം നമ്മളിവരെ കംഫർട്ടബിൾ ആക്കാൻ നോക്കുക. അവർക്ക് അതിന്റെ ആവശ്യമില്ല. ആ മോഡില് അത്ര നന്നായിട്ട് അവർ ചെയ്തു. ശരിക്കും കണ്ടന്റ് വൈസ് അത് നല്ലൊരു പരിപാടിയാണ്. അതിന് തീരെ വ്യൂസ് ഇല്ലാതെ അവിടെ കിടക്കുന്നുണ്ട്. ഏത് 12 മില്യൺ വ്യൂസ് എന്ന് പറഞ്ഞ പോസ്റ്റർ ഇറങ്ങി ഇൻഡിപെൻഡന്റ് എപ്പിസോഡ് കിടക്കുന്നതിനാണ് അല്ലെ? റീൽസ് ഒക്കെ നന്നായിട്ട് ഓടിയിട്ടുണ്ടെന്ന് 12 മില്യൺ വ്യൂസ് ഓവറോൾ. നിങ്ങൾ പറ്റണമെങ്കിൽ യൂട്യൂബിൽ കയറി നമുക്ക് പ്രത്യേകിച്ച് ഗുണം കിട്ടുന്ന കേസൊന്നും അല്ല. പക്ഷെ സ്റ്റിൽ അതിനകത്ത് ശരിക്കും കണ്ടന്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കാണാവുന്നതാണ്. 8ഓളം വിറ്റോക്സ് കണ്ടു കഴിഞ്ഞിട്ട് അല്ലേ? പക്ഷെ അത് മാത്രല്ല എനിക്ക് പറയാനുള്ളത്, എപ്പോഴും ഇപ്പൊ നമ്മൾ സ്റ്റാൻഡപ്പ് വീഡിയോ ഇടുമ്പോൾ അതിന്റെ താഴെ വിറ്റോക്സ് എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾ വിറ്റോക്സ് കാണുന്നതിന്റെ കൂടെ നിങ്ങൾ വിറ്റോക്സ് കാണുന്ന കൂടെ അതിന്റെ കൂടെ നമ്മൾ സ്റ്റാൻഡപ്പ് വീഡിയോസ് കൂടെ ഇട്ടിട്ടുണ്ട് ഈ ചാനൽ. അത് കൂടെ ഒന്ന് കാണുക, എന്നിട്ട് നിങ്ങൾ ഭാവം കണ്ടുകൊള്ളും. അതല്ല, നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ആലോചിച്ച് ഇറക്കണം അതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വർക്ക് ഇട്ടൊക്കെയാണ് ഓരോ സാധനങ്ങൾ ഇറക്കണം. എന്നിട്ട് നമ്മൾ അഭിപ്രായം അറിയാൻ വരുമ്പോൾ നിങ്ങൾ വിറ്റോക്സ് ഇടൂ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ അഭിപ്രായം കിട്ടാനുള്ള നമുക്ക് ചെറിയ വിഷമടിക്കുന്നുണ്ട്. നിങ്ങൾ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിൽ ഇട്ടോളൂ. അങ്ങനല്ല, ഇപ്പൊ നമ്മളങ്ങനെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഈ പറഞ്ഞ വിറ്റോക്സ് നമ്മളത് മനസ്സിലാക്കുന്നൊക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായാണ് നമ്മൾ ശരിക്കും ഒരു അടിപൊളി സീസൺ 3 വരും. അതിനകത്ത് പലതരത്തിലുള്ള സീസൺ 3യോ നമ്മള് സീസൺ 2 അല്ല ഗസ്റ്റ് ഉള്ളവർ എവിടെ? സീസൺ 3 വേണ്ട, ഒരു നമ്പർ ഇട്ട് അങ്ങോട്ട് പോവാം. അല്ലല്ല, സീസൺ 3 ഒരു ചെറിയ ബ്രീഫ് അല്ല, ഒരു 15 എപ്പിസോഡിന്റെ ഒരു സാധനമായിരിക്കും വരുന്നത് സീസൺ 3. പറഞ്ഞോളൂ. ഇല്ല, പറയാനുള്ള സസ്പെൻസ് ആയിട്ട് ചെയ്യാം. സീസൺ 3 ഭയങ്കര ത്രില്ലർ ആയിരിക്കും. സീസൺ 3 നമ്മൾ എഫേർട്ട് ഇട്ട് നന്നാക്കി ചെയ്യും. ശുഭരാത്രി, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്. ഇതിനകത്ത് പറഞ്ഞത് അപ്പൊ എല്ലാം പറഞ്ഞു നിർത്തിയാലോ? അപ്പൊ എല്ലാവരും വിറ്റോക്സിന് വേണ്ടി പുതിയ എപ്പിസോഡുകൾക്ക് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ പുതിയ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ആയിട്ട് കറക്റ്റ് സ്ട്രക്ചറോട് കൂടി വിറ്റോക്സ് ഇനി വരും. ഇന്നേ വരെ വന്നിട്ടില്ല. പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിലൊക്കെ വരുമായിരിക്കും. അതിന് വേണ്ടിയുള്ള എഫർട്ട് നമ്മൾ ഇടുന്നു വിചാരിക്കുന്നു. ഇത് ഇപ്പൊ പറയേണ്ടില്ല, ജെൻസിയുടെ കൈയടിക്കില്ല പറയേണ്ടില്ല, അല്ല കയ്യടി ആണ്. ഇത് കൂടെ വേറെന്തോ സാധനം ഉണ്ടായിരുന്നു. അപ്പോ വിറ്റോക്സിന്റെ എപ്പിസോഡുകൾ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾ എന്റർടൈൻ ചെയ്യാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ്. ഷോകൾക്ക് എല്ലാത്തിനും നിങ്ങൾ പറ്റുന്ന പോലെ വരിക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം നമുക്ക് പ്ലഷർ സ്റ്റേജിലാണ്. നിങ്ങൾ സ്റ്റേജിലാണ് പ്ലഷർ സ്റ്റേജിലാണ്. ബാത്റൂമിലോട്ട് അറ്റാട്ടൽ. അതെ, ലൈവ് ചെയ്യണത്ര സുഖം വേറെ എന്ത് ചെയ്താലും ഇല്ല. അപ്പൊ നിങ്ങൾ ലൈവ് ഷോയ്ക്ക് അതാണ് ജോർജിയുടെ പ്ലഷർ. അപ്പൊ ദാറ്റ്സ് ഓൾ ഗൈസ്, ബൈ ബൈ. നല്ലൊരു എപ്പിസോഡായിരുന്നു. ഒന്നും നോക്കണ്ട, തലേ വാരി വിട്ട കയറ്റി ഇവിടെ.